أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد إن أريد إلا الإصلاح والصلاة وما توفيقي إلا بالله عليه توكلت وإليه أنيب ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യ സഹോദരങ്ങളെ, ഇത് വലിയൊരു വിഷയമാണ്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. യഹൂദികളും നസാറാക്കളും മറ്റ് മുസ്ലിമേതര സമുദായങ്ങളും പുറത്തു നിന്നാണ് ഇസ്ലാമിനെ വീക്ഷിക്കുന്നതും ചിലപ്പോൾ എതിർക്കുന്നതും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും. അതുകൊണ്ട് ഇസ്ലാമിനൊന്നും സംഭവിക്കൂല. പുറമേ നിന്നുള്ള ശത്രുക്കളെ കൊണ്ട് ഈ ഇസ്ലാമിനെ നശിപ്പിക്കരുതേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തപ്പോൾ ഫഅതാനിഹി, ആ ദുആക്ക് അല്ലാഹു എനിക്ക് ഉത്തരം തന്നിരിക്കുന്നു. മുസ്ലിമേതര സമുദായങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ശ്രമിച്ചാലും ഭൂമിയിൽ നിന്നിട്ട് മുസ്ലിം ഉമ്മത്തിനെ നിർമാർജനം ചെയ്യാൻ കഴിയില്ല. പക്ഷേ രണ്ടാമതൊരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ദുആ ചെയ്തിരുന്നു. മുസ്ലിങ്ങൾ പരസ്പരം ഭിന്ന ചേരികളിലായി പിരിഞ്ഞ് പരസ്പരം തമ്മിലടിച്ച് ഈ സമുദായം നശിക്കുന്നതിനെ തൊട്ട് നീ കാക്കേണമേ അല്ലാ എന്ന്. പക്ഷേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം തന്നിട്ടില്ല. സമുദായത്തിന്റെ ഉള്ളിൽ കയറിക്കൂടി ഗ്രൂപ്പുകളായി വിവിധ ചേരികളായി തമ്മിൽ ഒന്നൊന്നിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സമുദായം തകരില്ല എന്ന് വാക്ക് തരാൻ അല്ലാഹു തആല തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അത് പ്രത്യേകം സൂക്ഷിച്ചുകൊള്ളണം. ഇത് നമ്മളെക്കാൾ തിരിച്ചറിഞ്ഞവരാണ് യഹൂദികളും നസാറാക്കളും മജൂസികളും ഒക്കെ. അനുഭവത്തിലൂടെ മനസ്സിലാക്കിയവരാണ് അവർ. സായുധമായോ മറ്റോ മുസ്ലിം സമുദായത്തിനെ നശിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ അവർ മൂക്കൂട്ട് മുന്നണി യഹൂദിയും നസാറയും മജൂസിയും കൂടി ആസൂത്രണം ചെയ്താണ് ഈ പ്രസ്ഥാനം. പ്രത്യക്ഷത്തിൽ ബാഹ്യമായി അവർ പ്രചരിപ്പിക്കുന്നത് നമ്മൾ അഹ്ലു ബൈത്തിന്റെ ആളുകളാണ്. യഥാർത്ഥത്തിൽ അഹ്ലു ബൈത്തും അവരുമായി ആദർശപരമായി യാതൊരു ബന്ധവുമില്ല. അഹ്ലു ബൈത്തിന് ഇവർ ഒരു ബഹുമാനവും ആദരവും സ്ഥാനവും കൽപ്പിക്കുന്നില്ല. അത് അഹ്ലു ബൈത്തിന്റെ നേതാക്കൾ ബഹുമാനപ്പെട്ട ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, ഇമാം ഹസൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, മഹാനരായ സെയ്ദ് ബിൻ അലി റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ വലിയ വലിയ അഹ്ലു ബൈത്തിന്റെ നേതാക്കൾ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിയാ വിഭാഗം അഹ്ലു ബൈത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടക്കുകയല്ലാതെ ഷിയാ വിഭാഗത്തിന് അഹ്ലു ബൈത്തിനോട് യാതൊരു ബഹുമാനവും ആദരവും ഇല്ല. മറിച്ച് എന്താ ചെയ്യുന്നത്? മുസ്ലിം ഉമ്മത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഖുർആൻ സുന്നത്തിന്റെ പിൻബലത്തോടു കൂടി മുസ്ലിം ഉമ്മത്ത് അഹ്ലു ബൈത്തിന് വലിയ ബഹുമാനവും ആദരവും അംഗീകാരവും നൽകുന്നുണ്ട്. അതില്ലാതെ ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ഖുൽ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഈ ദീൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന വളരെ ഭാരിച്ച ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിർവഹിച്ചു. നിങ്ങളുടെ ഇഹ പര വിജയത്തിന് വേണ്ടതെല്ലാം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നു, വഴി നടത്തി തന്നു.
ഇതിന് ഭൗതികമായി ഒന്നും നിങ്ങൾ എനിക്ക് പ്രതിഫലം തരേണ്ടതില്ല, ഒക്കെ അള്ളാഹു തരും. പക്ഷേ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, അഹ്ലുബൈത്തിനോടുള്ള മഹബ്ബത്ത് അത് നിലനിർത്തണം എന്ന് മാത്രമാണ് അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്നിട്ടും ആവശ്യപ്പെടുന്നത്. അപ്പം അത് ഇസ്ലാമിൽ അടിസ്ഥാനപരമാണ്, അഹ്ലുബൈത്തിനെ ബഹുമാനിക്കുക. പക്ഷേ ഷിയാക്കൾ ഉൾപ്പെടെയുള്ള മുബ്തദിഅത്ത് അവർക്കൊരു പ്രത്യേക ബഹുമാനവും കാണുന്നില്ല. തുടക്കത്തിൽ ആമുഖത്തിൽ നമ്മൾ സൂചിപ്പിച്ചതാണത്. ഒരു ബഹുമാനവും കാണുന്നില്ല. എന്നാൽ ചില ഭൗതിക രാഷ്ട്രീയ ശക്തികളൊക്കെ അഹ്ലുബൈത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ബഹുമാനവും ആദരവും പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പിന്തുണയും വോട്ടും നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ശ്രമിക്കുന്നത് പോലെ ഷിയാ വിഭാഗം നടത്തുന്നത് അതേ കളിയാണ്. അഹ്ലുബൈത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അഹ്ലുബൈത്തിനെ പ്രത്യേകം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യൽ വുജൂബായതുകൊണ്ട് അത് ചെയ്യുന്നു എന്നതുകൊണ്ട് ഇവരെ മറയാക്കി നിർത്തി ഈ മുബ്തദികൾ അവരുടെ ബിദ്അത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ആയുധമാക്കുകയും. അവർക്ക് ഒളിയ അജണ്ടകളാണ്. ബാത്തിനിയത്തിന് ഏതായാലും മുഴുവനായിട്ടും ഒളിയ അജണ്ടയാണ്. അല്ലാത്ത വിഭാഗത്തിനും ഒളിയ അജണ്ടകളാണ്. അവരുടെ ആശയം ഒരിക്കലും പ്രതിയോഗികളുടെ മുന്നിൽ അവർ തുറന്ന് പറയില്ല തന്നെ. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഇസ്മായിലികൾ പ്രത്യേകം സത്യം ചെയ്യിച്ച് ഉറപ്പിച്ച് ദുനിയാവും ആഖിറവും നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നും ഈ സത്യമെങ്ങാനും പുറമെ ഒരാളോട് പറഞ്ഞാൽ നിങ്ങളുടെ സ്വത്തുകളെല്ലാം നിങ്ങളുടേതല്ലാതായി മാറുമെന്നും നിങ്ങളുടെ ഭാര്യമാരെല്ലാം നിങ്ങളുടേതല്ലാതായി മാറുമെന്നും നിങ്ങളുടെ ദുനിയാവും ആഖിറവും നശിച്ചു പോകുമെന്നും സ്വയം ഏറ്റു പറഞ്ഞ് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യിച്ചിട്ടേ ആ കാര്യം പറയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് അല്ലാഹു തആലാന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തൗബ ചെയ്ത് മടങ്ങിയാൽ പോലും അവർ പഠിപ്പിച്ചു കൊടുത്ത ഈ വക്രമായ മുസ്ലിം സമുദായത്തിൻ്റെ കഠിന വിരോധം വെച്ച് പുലർത്തുന്ന ഈ ആശയങ്ങൾ പുറത്തു പറയാൻ ധൈര്യപ്പെടില്ല. അങ്ങനെ ഉള്ളിൽ ആശയം മറച്ചു വെച്ചുകൊണ്ട് പുറത്ത് കേവലം അഭിനയമാണ്. അതിനായിട്ട് അവർക്ക് ഉസൂൽ തന്നെയുണ്ട്. എല്ലാ ഷിയാബാഗും പിന്തുടരുന്ന ഒരു അസ്ലാണ് തഖിയ്യ. തഖിയ്യ ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാഹ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അഥവാ ഒരു മുഅ്മിനായ മനുഷ്യൻ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ പിടിയിൽപ്പെട്ടു, ഇവന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. രണ്ട് മാർഗമേ ഉള്ളൂ. ഒന്നിരിക്കൽ അവർ പറയുന്നത് ഏറ്റു ചൊല്ലുക, അതല്ലെങ്കിൽ മരിക്കുക. ഇങ്ങനെ ഒരു വറൂറത്തിൻ്റെ അവസ്ഥ വന്നു. ഇവൻ ഒറ്റക്കാണ്, ഇവൻ്റെ അടുക്കൽ സൗകര്യങ്ങളോ ആയുധങ്ങളോ മറ്റോ ഒന്നുമില്ല. ശത്രുക്കൾ ഫുള്ള് ആയുധമുള്ളവരാൻ, ചുറ്റും അവർ വളഞ്ഞിരിക്കുന്നു. അവർ ബിംബത്തിന് സുജൂദ് ചെയ്യണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ അവരുടെ കുഫ്രിയത്തിൻ്റെ കെലിമത്ത് ഉച്ചരിക്കണമെന്ന് പറയുന്നു. പറഞ്ഞില്ലെങ്കിൽ കൊല്ലും. ഇങ്ങനെ ഒരു സമയത്ത് കുഫ്രിയത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് ഇസ്ലാമിൽ നിന്നിട്ട് പുറത്ത് പോകില്ല. ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഖൽബിൽ നല്ല ഈമാൻ ഉണ്ട്, ഒരുവനുമായ റബ്ബിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. തൗഹീദിനെതിരായത് ഒരു മനുഷ്യൻ ഒരിക്കലും ചെയ്തുകൂടാ എന്ന ഖൽബിൽ ഉറപ്പുണ്ട്. പക്ഷേ ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാ, ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വഴിയില്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് പറയുന്ന വാക്ക് നമ്മൾക്ക് ഏറ്റു ചൊല്ല, അതല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെ, അവർ പറയുന്നത് പോലെ നമുക്ക് ചെയ്യാം. ഇതാണ് ഖുർആൻ. ഇത് ലോകത്ത് മുസ്ലിം സമുദായം എന്നല്ല,
ഏതെങ്കിലും ഒരു സമുദായമായി അറിയപ്പെടുന്ന ലോകത്ത് ഒരു സമുദായവും കളവ് പറയൽ ദീനിന്റെ ഭാഗമായി വിശ്വസിക്കുന്ന ഒരു ഷിയാക്കളല്ലാതെ വേറെ ഇല്ല. ഷിയാക്കളാണെങ്കിലോ എല്ലാ വിഭാഗം ഷിയാക്കളും കളവ് പറഞ്ഞുകൊണ്ട് തഖിയ്യത്ത് ചെയ്യൽ ദീനിൽ ഫർളായ വാജിബായ കടമയാണെന്നും അത് ചെയ്യാത്തവൻ മുഅ്മിനല്ല എന്നും വിശ്വസിക്കുന്നവൻ. ഇങ്ങനൊരു ദീന് ലോകത്തെവിടെയെങ്കിലും കേട്ട് നിങ്ങൾ? ഹിന്ദു സമുദായത്തിലുണ്ടോ? ക്രിസ്ത്യാനികളിലുണ്ടോ? യഹൂദികളിലുണ്ടോ? മജൂസികളിലുണ്ടോ? സിഖുകാരിലുണ്ടോ? എന്ന് വേണ്ട ഏത് ലോകത്തറിയപ്പെട്ട മതങ്ങളിലും കളവ് പറയുക എന്നത് ദീനിന്റെ ഭാഗമായും ഈമാനിന്റെ ഒരു ഭാഗമായും ചെയ്യുന്ന ഫർളായ ഇബാദത്തായിട്ടും കളവ് പറയണം എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഷിയ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. അവരുടെ എല്ലാ ഗ്രൂപ്പും തഖിയ്യത്ത് വുജൂബാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം അവരുടെ ആശയം അവരുടെ ഉള്ളിൽ കൈകാര്യം ചെയ്യുമെന്നല്ലാതെ അവരുമായി വിയോജിക്കുന്ന ഒരു വിഭാഗത്തോടും അവർ തുറന്ന് പറയില്ല. എല്ലാ സ്ഥലത്തും അവരുടെ സ്വഭാവം. എനിക്ക് തന്നെ ഒരു അനുഭവമുണ്ട്. മഹദിയായിരിക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇവരുടെ ഒരു സ്വകാര്യ യോഗത്തിൽ വെച്ച് അങ്ങേയറ്റം അധിക്ഷേപിച്ച് സംസാരിച്ചു എന്ന് മാത്രമല്ല, മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മേൽ ആരോപണം വരെ നടത്തിയ ഒരു ന്യൂസ് വിശ്വാസയോഗ്യമായ നിലയ്ക്ക് എനിക്ക് ലഭിച്ചു. അത് ഷീ വിഭാഗത്തെ പറ്റി നടന്ന ഒരു ക്ലാസ്സിൽ അബദ്ധവശാൽ അയാളെ പേരുൾപ്പെടെ പറഞ്ഞു. ആ പേര് പറയരുതായിരുന്നു. പിന്നെ നമുക്ക് പിന്നെ എങ്ങനെ രണ്ട് ദീനില്ലല്ലോ. ഒന്ന് പുറത്ത് പറയണോ, ഒന്ന് ഉള്ളിൽ വെക്കുന്നു. നമ്മൾ ഉള്ളിലുള്ള തന്നെ പുറത്ത് പറയാം, പുറത്ത് പറയണ തന്നെ ഉള്ളിലുണ്ടാകുക. അയാള് പ്രകോപിതനായി, അറിയപ്പെട്ട ഒരാളാണ്, പ്രകോപിതനായി അയാൾ എനിക്ക് കത്തയച്ചു. ഞാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ്, സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളാണ്. ലോക വനിതാ ഡേ ആയിട്ട് ആചരിക്കേണ്ടതാണ് ആയിഷ ബീവിയുടെ വഫാത്ത് ദിനം എന്നൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പ്രസ്താവന പിൻവലിച്ച് പരസ്യപ്പെടുത്തണം, ഇല്ലെങ്കിൽ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അപ്പൊ ഇതിപ്പോ സ്വകാര്യ യോഗത്തിൽ പറഞ്ഞതാണ്, അത് രഹസ്യമായിട്ട് ചോർത്തിയതാണ്. ഇതാണ് ഇവരുടെ ശൈലി. ഓല് വിശ്വാസം ഓല ആളുകൾ മാത്രമുള്ളൂ, ചോരില്ല എന്ന് വിശ്വാസമുള്ളടത്തേ പുറത്തു പറയുള്ളൂ. അതിനാണ് ഈ സത്യം ചെയ്യിപ്പിച്ച് ഉറപ്പിച്ചിട്ട് മാത്രമേ ആശയത്തിൻ്റെ ഉള്ളു പറഞ്ഞു കൊടുക്കുള്ളൂ. അതുവരെ പറയുന്നത് ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിനുള്ള ആദരവ്, സ്നേഹം, ബഹുമാനം, ഇത് മാത്രമേ പറയുള്ളൂ. അപ്പം ആളുകൾ കരുതും ഇത് നല്ലൊരു കാര്യമാണല്ലോ, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കല്ലേ, അത് വേണ്ടത് തന്നെയല്ലേ, അവർക്ക് പ്രത്യേക ആദരവ് കൊടുക്കല്ലേ, അത് വേണ്ടത് തന്നെയല്ലേ. ആണ്, വേണ്ടതാണ്. പക്ഷെ അവർ ചെയ്യുന്നതല്ല. അഹ്ലു ബൈത്തിന്റെ മറ പിടിച്ചുകൊണ്ട് അവരുടെ ഈ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ സ്വകാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് മില്യൺ കണക്കിന് ഡോളറുകൾ അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്ത് മൊത്തം ഇവരുടെ റവന്യൂ വരുമാനത്തിന്റെ 5% ഷീഈ പ്രസ്ഥാനം പ്രചരിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു. എത്ര കോടികൾ ഇതുണ്ടാവും നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കി. ഇറാന്റെ മാത്രം ഒരു കൊല്ലത്തെ റവന്യൂ വരുമാനം, ഗവൺമെന്റിൻ്റെതും ജനങ്ങളുടേതുമായ റവന്യൂ വരുമാനത്തിന്റെ 5% ഇന്ത്യൻ്റെ ഒരു കൊല്ലത്തെ ആകെ ബജറ്റ് സംഖ്യയേക്കാൾ കൂടുതലുണ്ടാവും. ഇങ്ങനെ ഇറാൻ മാത്രമല്ല, അവരുടെ ആളുകളുടെ ശൈലിയാണത്. സക്കാത്ത് പുറത്തേക്ക് അവർ കൊടുക്കാറില്ല. അതൊക്കെ ഈ 5% ഉൾപ്പെടുത്തി. സക്കാത്ത് സാധാരണ 2.5% പണത്തിനൊക്കെ സക്കാത്ത്. ഇവർ അതല്ല, 2.5% 20%. ഹുമുസ്
100ൽ 20 കൊടുക്കണം എന്നാണ്. ഈ കൊടുത്തിട്ട് അവർ ചെയ്യുന്നത് അതിനവർ പല സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ചെയ്യും. പള്ളികൾ നിർമ്മിക്കും, ആശുപത്രികൾ നിർമ്മിക്കും. പാകിസ്ഥാനിലൊക്കെ മെയിനായിട്ട് അതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കും. അങ്ങനെ സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ജനോപകാരപ്രദമായ നിലക്ക് ഉണ്ടാക്കി ചെറിയ ഫീസിൽ കുട്ടികളെ ഉയർന്ന രീതിയിൽ പഠിപ്പിക്കുന്നു. അപ്പൊ ഏത് രക്ഷിതാക്കളും കൊണ്ടുപോയി അവിടെ ചേർക്കും. കാരണം നല്ല സ്റ്റാൻഡേർഡുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. ഫീസാണെങ്കിലോ നാട്ടിലെ ഏറ്റവും ചെറിയ ഫീസ്. കാരണം ദീനാദിന് ചിലവൊക്കെ ബാക്കിയുള്ള എടുക്കുന്നത്. അങ്ങനെ ആശുപത്രികളില്ലാത്ത പ്രദേശങ്ങളിൽ ആശുപത്രികൾ സ്ഥാപിച്ചു. കാശ് വാങ്ങാൻ പറ്റുന്ന പണക്കാരോട് ചെറിയ തോതിൽ കാശ് വാങ്ങും, പാവപ്പെട്ടവരോട് ഒരു കാശും വാങ്ങാതെ ജനസേവനം എന്ന നിലക്ക് ആശുപത്രികൾ നടത്തും. അങ്ങനെ സ്കൂളുകൾ, ആശുപത്രികൾ, മറ്റ് ജനസേവ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ച് ഭരണകൂടത്തിൻ്റെയും പണക്കാരുടെയും നേതാക്കന്മാരുടെയും ഇടയിൽ അംഗീകാരം നേടും. ഇവർ സാമൂഹ്യ പ്രവർത്തനം നടത്തിയല്ലേ. ഇപ്പൊ നമ്മളെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ സക്കാത്തിന്റെ ഫണ്ട് പിരിച്ചുകാണ്ടാണ് ഇഫ്താർ പാർട്ടി ഉൾപ്പെടെയുള്ള നടത്തുന്നത്. അതുപോലെ തന്നെ കുറേ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സക്കാത്തിന്റെ പൈസ വാങ്ങിയിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. സക്കാത്ത് അതിനറിയപ്പെട്ട ഖുർആനിൽ പറയപ്പെട്ട 8 വിഭാഗത്തിൽ അതാത് നാടുകളിൽ ഉള്ളവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവരതൊന്നും നോട്ടില്ല. ഓലെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സക്കാത്ത് വാങ്ങിയിട്ട് ജമാഅത്തെ ഇസ്ലാമി ചെലവഴിക്കുമ്പോൾ ഇവർക്ക് സക്കാത്തില്ല. സക്കാത്ത് ഇനി കൊടുക്കൽ അവരെ ഇമാമ് അധികാരത്തിൽ വരുമ്പോഴാണ്. ഈ ഓരോ കൂട്ടർക്കും അവരുടെ മഹ്ദി എന്ന് പറയുന്ന ഒരു ഇമാമുണ്ട്. ആ ഇമാമ് ലോക മുസ്ലിങ്ങളുടെ നേതാവായി ഭരണമേറ്റെടുത്ത് അവരുദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രം സ്ഥാപിതമാകുമ്പോൾ മാത്രമേ സക്കാത്തായിട്ട് കൊടുക്കേണ്ടതുള്ളൂ. വലിയ 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 കോടീശ്വരന്മാരായ ആളുകൾ ഇന്ത്യയിൽ തന്നെ ബോറ മുസ്ലിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല. എന്താ നമ്മൾ സൂചിപ്പിച്ചു, ഇസ്മായിലി വിഭാഗത്തിൽപ്പെട്ട ബോറകൾ അവരാരോടും ശല്യത്തിന് നിൽക്കൂല, ആരെയും ഉപദ്രവിക്കാനും നിൽക്കൂല. മറിച്ച് അവർക്ക് രാഷ്ട്രീയത്തിലോ അധികാരത്തിലോ അത്ര താല്പര്യവുമില്ല. മറിച്ച് അവർ ചെയ്യുന്നത് എന്താ? അവർ ചെയ്യുന്നത് വലിയ വ്യാപാരികളാണ്. അവർ കച്ചവടക്കാർ. ഇന്ത്യയിലെ തന്നെ അറിയപ്പെട്ട വ്യാപാരികൾ ബോറകളാണ്. അതിലൂടെ സമ്പാദിക്കുന്ന കോടികൾ സാമൂഹ്യ സേവനത്തിന്റെ പേരിൽ പല കാര്യങ്ങളും നല്ല കാര്യമെന്ന് ജനങ്ങൾക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ അവർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ഒക്കെ അനുകൂലമുണ്ടാവും. കാരണം എന്താ? ഒരു സാമൂഹ്യ സേവനാണല്ലോ ചെയ്യുന്നത്, കോടികൾ മുടക്കിയിട്ട്. ഓലെ നമ്മളോടൊന്നും ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന വലിയ ഭീമമായ സമ്പത്തിന്റെ 5%, 5%, 20% ഹുമുസ്, 1/5 ഈ ഫണ്ടിലേക്ക് ചെലവഴിച്ച് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ നിരതരായി, പ്രത്യേകിച്ച് ഇവരുടെ ഇബാദത്ത് ഖാനകളുണ്ട്. അതിനോടനുബന്ധിച്ച് ഹുസൈനി എന്നാണ് ഇവരുടെ ഓഫീസ് കേന്ദ്രങ്ങൾക്ക് പറയാം, ഹുസൈനിയാത്ത്. ഇതിൽ പാവങ്ങളെ സഹായിക്കുന്നതും ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കാണുമ്പം അവരെ ആരും എതിർക്കില്ല എന്ന് മാത്രമല്ല, എതിർക്കുന്നവരെ മറ്റുള്ളവർ വെറുക്കും. ഇത്രയൊക്കെ നല്ല കാര്യം ചെയ്യുന്ന ഓലെയാണ് എതിർക്കാള്. വേറെ എന്തൊക്കെ ആളുകൾ ഇവിടെയൊക്കെ എന്തൊക്കെ യഥാർത്ഥത്തിൽ ഇതിലൂടെ അവർ ചെയ്യുന്നത് പുറമേ നിന്നുള്ള എതിർപ്പ് കുറച്ചു വരുത്തുകയും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ട് അവിടെ വെച്ച് കുറഞ്ഞ ഫീസിന് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ക്രമേണ അവരെ ആദർശത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരിക എന്നാണ് അവർ. അതേസമയത്ത് ഫാത്തിമികൾ അങ്ങനെയായിരുന്നില്ല. അത് ഇവരുടെ വേറൊരു ഗ്രൂപ്പാണല്ലോ. അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടു, അവരുടെ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം അവരെടുത്തൊരു തീരുമാനം, ഓരോ വ്യക്തികളും ഓരോ യോദ്ധാവായി മാറുക. ഒളിയുദ്ധം.
ഒളിയുദ്ധത്തിലൂടെ അവരെ എതിർക്കുന്നവരാരാണോ, അത് ലോകപ്രസിദ്ധരായ ഇമാമുമാരുണ്ട്, ചില സൈനിക മേധാവികളുണ്ട്, ചില മന്ത്രിമാരുണ്ട്, ചില സുൽത്താൻമാരുണ്ട്, അവരെ ലക്ഷ്യം വെക്കുക. യുദ്ധം ചെയ്ത് കൊല്ലാൻ കഴിയില്ല. നല്ല ആയുധാഭ്യാസം നേടി പ്രത്യേക തരം ഒരു കഠാര കയ്യിൽ കൊണ്ടുനടക്കും എപ്പോഴും. അതിലൊരു പ്രത്യേക ഐഡന്റിറ്റിയാണ്. ഒരു പ്രത്യേക തരം കഠാര കൊണ്ട് നടന്നിട്ട് പുറത്തവരുടെ ആദർശം പ്രദർശിപ്പിക്കാതെ ഇവരെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഉലമായിനെ ലക്ഷ്യം വെച്ച് ഇവരൊറ്റയ്ക്കേ പോകൂ, സംഘമായിട്ട് പോകില്ല. വലിയ ഒരുപാട് ശാഫി മദ്ഹബിലെ പ്രഗത്ഭരായ വലിയ വലിയ ഉലമാക്കളെ ക്ലാസ്സിൽ കേൾക്കാൻ വേണ്ടി ചെന്നിരിക്കും. ക്ലാസ് കേട്ട് ഉസ്താദ് സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ ആളുകളുണ്ടല്ലോ ഒരു മുസാഫത്തിന് പോലെ, അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവരെന്ത് ചെയ്യാം, ഇവരെ ആശയങ്ങൾ അറിഞ്ഞ് എതിർത്ത് അവരുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ഉലമാക്കളുടെ ക്ലാസ്സുകളിൽ വന്നിരുന്ന് ക്ലാസ് കഴിഞ്ഞ് ഉസ്താദ് സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ സലാം പറഞ്ഞ് മുസാഫത്ത് ചെയ്യാൻ എന്ന് വ്യാജേനെ അടുത്ത് ചെല്ലുകയും അടുത്തെത്തിക്കഴിഞ്ഞാൽ തൻ്റെ കയ്യിൽ സൂക്ഷിപ്പുള്ള ഈ കടാര എടുത്തി അവരുടെ നെഞ്ഞിൽ കുത്തിത്തറച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുക എന്നത് അവരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. പിടിക്കപ്പെട്ട ഒരാളെ പോവുള്ളൂ ആണോ ലക്ഷ്യം. ഇവിടെ പിടിക്കപ്പെട്ടാൽ ഒരാളെ കൊല്ലപ്പെടുള്ളൂ. ഇപ്പുറത്ത് പോയത് സമുദായത്തിന് നേതൃത്വം നൽകുന്ന, സമുദായത്തിന്റെ ഉള്ളറകൾ തുറന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സമുദായത്തിന് ദിശാബോധം നൽകുന്ന ഉലമായിൽപ്പെട്ട ഒരു മഹാനായ ആലിമ് പോയാൽ 1,00,000 ആൾ പുറത്ത് പോകുന്നതിനെക്കാളും സമുദായത്തിന് അതാണ് നഷ്ടം. അതുപോലെ സൂഫികളായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സൂഫികളായ അയിമ്മത്ത്, ആ സൂഫികളായ അയിമ്മത്തുകളെ ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ നാബൽസി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂബക്കർ നാബൽസി അറിയപ്പെട്ട സൂഫി വര്യനാണ്, വലിയ മഹാനാണ്. ഇവരുടെ ശല്യം സഹിക്കവയ്യാതായപ്പോ മഹാനവറുകള് ഒരിക്കൽ തൻ്റെ മുരീദന്മാരോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഒരു സ്ഥലത്ത് യംബഗി അൻ നർമിയഹും ബിതിസ്അത്തിൻ സുമ്മ നർമിയഹും ബിൽആശിരി ബലഗനി അന്നക ലൗ അന്ന ബിയദി മഇ 10 അസുമിൻ لرميت الروم ب9 ورميت الفاطميين بسهم. അന്ന് റോമയുടെ ആക്രമണങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലാണ്. അതുകൊണ്ട് മുഖ്യ ശത്രു റോമ, പേർഷ്യ പറ്റ തകർന്നടിഞ്ഞതുകൂടെ പേർഷ്യൻ ഭാഗത്തുള്ള തുറന്നാക്രമണങ്ങൾ ഇല്ലാതായി. റോമ ഒരു കാലത്തും പൂർണ്ണമായി തകർന്നിട്ടില്ല. അത് അവര് നേരത്തെ പാലിച്ച ഒരു അദബിന്റെ പേരില്ല. റോമിലേക്ക് കത്തയച്ചപ്പോ ചക്രവർത്തി അത് ഏറ്റെടുത്ത് വിശ്വസിക്കാൻ ചില ഭൗതിക കാരണങ്ങളായ അംഗീകരിച്ചില്ലെങ്കിലും പട്ടിൽ പൊതിഞ്ഞ് സുഗന്ധം പൂശി സ്വർണത്തിന്റെ ബോക്സിലാക്കി രാജാവിന്റെ പ്രത്യേക ഖജനാവിൽ സൂക്ഷിച്ചു വെച്ചു അയാൾ. ഈ വാർത്ത അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യകൂനു ലഹും ബാഖിയത്തുൻ ഇലാ യൗമിൽ ഖിയാമ. ഈസാ നബി അലൈഹി സ്വലാം വരുന്നത് വരെ റോമ സാമ്രാജ്യം പാടെ തകരില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കത്ത് അവരെ സംരക്ഷിച്ചു, ബഹുമാനിച്ച് ആദരിച്ചു. അതൊന്നും അവർ സൂക്ഷിച്ചിരിക്കുക. അപ്പൊ അവരിൽ നിന്നുള്ള നിരന്തരം എതിർപ്പുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട അബൂബക്കർ നാബൽസി റളിയല്ലാഹു തആല അൻഹു പറയാം, ഈ ഫാത്തിമി രാജാവായിരുന്ന അൽമുഇസ് എന്ന് പറയുന്ന ചങ്ങാതി മഹാനവറുകളുടെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയിട്ട് ചോദിക്കാം, ബലഗനി അൻക അന്നക ഖുൽത ലൗ അന്ന മഅ 10 അസുമിൻ ലറമൈതു റൂമ ബിതിസ്അത്തിൻ വറമൈതു الفاطميين ബിസൈമിൻ. ഈ ഇസ്മായിലി വിഭാഗത്തിൽപ്പെട്ട ഫാത്തിമികളായ
ഷിയാക്കളെ ഒരമ്പൊഴുതുകൊണ്ടും ബാക്കി 9 കൊണ്ടിട്ട് റോമക്കാരെയും എതിർക്കും എന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് കേട്ടല്ലോന്ന് ഓല രാജാവ വിളിച്ചിട്ട് ചോദിച്ചു. മഹാനവർകൾ എന്ത് പറഞ്ഞു? അങ്ങനെയല്ല മാ ഖുൽതു ഹാദാ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. അപ്പൊ അയാൾ ചോദിച്ചു കൈഫ ഖുൽതു യംബഗി അൻ നർമിയകും ബിതിസ്അത്തിൻ സുമ്മ നർമിയഹും ബിൽ ആശിർ. നിങ്ങളെ 9 അമ്പ ഇത് കഴിഞ്ഞിട്ട് 10ാമത്തെ 1 ചെയ്താൽ മതി റോമക്കെതിരെ. കാരണം അവന്റെ എതിർപ്പ് പ്രത്യക്ഷ, പുറമേ നിന്നുള്ള എതിർപ്പാണ്. മുസ്ലിം സമുദായത്തിന് ഈമാൻ നശിപ്പിക്കാൻ അതിന് കഴിയില്ല, കാരണം ഇസ്ലാമിന്റെ പുറത്താണ്. ശാരീരികമായി ഉപദ്രവിക്കാനേ കഴിയുള്ളൂ, സാമ്പത്തികമായി നശിപ്പിക്കാനേ കഴിയുള്ളൂ, ഈമാൻ നശിപ്പിക്കാൻ അവനോട് കഴിയൂല. ഇത് ഈമാനാണ് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് 9 നിങ്ങൾക്കെതിരിൽ ഫാത്തിമികൾക്കെതിരാണ് ഉപയോഗിക്കേണ്ടത്, 1 റോമക്കാരനെതിരെ ഉപയോഗിക്കേണ്ടതുള്ളൂ എന്നാ പറഞ്ഞത്. അതാണ് സത്യം. അതിന് കൊടുത്ത ശിക്ഷ എന്താണെന്നറിയോ? ഇയാളുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഒരു യഹൂദി ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ജീവനോടുകൂടി ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തോലിയുരിയാൻ കൽപ്പിച്ച്, പച്ച ജീവനോടുകൂടി തല മുതൽ കീപ്പോട്ട് തൊലി ഇങ്ങനെ പൊളിക്കുക. പക്ഷേ മഹാനായ ഇമാം നാബസി റളിയല്ലാഹു തആല അൻഹു ഖുർആൻ നിർത്താതെ ഓതിക്കൊണ്ടിരുന്നു. ശരീരത്തിൽ നിന്നിട്ട് ജീവനോടുകൂടി തൊലി പൊളിക്കുമ്പോൾ ഒരു കരച്ചിലിന്റെ ലക്ഷണം പോലുമില്ലാതെ മനക്കരുത്തോടുകൂടി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നെഞ്ഞിന്റെ ഭാഗത്ത്, ആട്ടിന്റെ ഭാഗത്തെത്തി തൊലി ഉരിഞ്ഞ് ജീവനോട് കൂടിയാ. അവിടെ എത്തിയപ്പം ആ യഹൂദി പറയാണ്, ഒരു ജീവനുള്ള മനുഷ്യനാണല്ലോ, എന്തൊക്കെയാണെങ്കിലും ആ മനുഷ്യന്റെ പച്ച ശരീരത്തിൽ നിന്നിട്ടല്ലേ ഈ തൊലി ഉരിയുന്നത്, ഇനി അത് കാല് വരെ കൊള്ളണ്ടേ? സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ എന്തു കൊടുത്തു? നേരെ ആട്ടിന്റെ നേരെ ഒരു കുത്തു കൊടുത്തു, ആ കത്തിയോണ്ട്. മഹാനവർകൾ ഒപ്പം തന്നെ ഷഹീദായി. യഹൂദിക്ക് സങ്കടം തോന്നി. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂബക്കർ നാബൽസി റളിയല്ലാഹു തആല അനുഭവിക്കുന്ന വിഷമത്തിൽ യഹൂദിക്ക് മനസ്സുരുകി. അയാൾ ഇനി സഹിക്കണ്ട, ഏതായാലും കൊല്ലാതെ വിടാൻ അതും കഴിയൂല, എന്നാ കൊന്ന കഴിഞ്ഞല്ലോ. ഈ ജീവനുള്ള ശരീരത്തിൽ നിന്ന് തോലുരിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഫാത്തിമിയായ ഇസ്മായിലിക്ക് യാതൊരു അനുകമ്പയും തോന്നിയില്ല. ഇനി എത്ര മുസ്ലിം അബ്ബാസി ഖിലാഫത്തിൽ ദീർഘകാലം നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്ത അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ച സൽജൂക്കി ഭരണകൂടം, ബനൂ ബുവൈഹി എന്ന് പറഞ്ഞിട്ടുള്ള ഷിഈ ഭരണകൂടം ഉണ്ടായിരുന്നു. അവരെ പരാജയപ്പെടുത്തി സൽജൂക്കി ഭരണകൂടം സുൽത്താൻമാർ ഭരിക്കുന്നു. ഖലീഫ പേരിന് അബ്ബാസി തന്നെ, പക്ഷെ സുൽത്താൻമാരാ ഭരിക്കുന്നത്. സൽജൂക്കി ഭരണകൂടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രി അമീറായിരുന്നു നിളാമുൽ മുൽക്ക്. ഉലമാക്കളെ അങ്ങേയറ്റം സ്നേഹിച്ച് ഉലമാക്കൾക്കും മുതഅല്ലിമീങ്ങൾക്കും വേണ്ടി തൻ്റെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് പരമാവധി സഹായം ചെയ്തു കൊടുത്തു. ധാരാളം കോളേജുകൾ സ്ഥാപിച്ചു. അതിൽ മുദരിസന്മാരെ സ്വന്തം നിലക്ക് ശമ്പളം കൊടുത്ത് സ്ഥാപിച്ചു. കുട്ടികൾക്ക് ഭക്ഷണവും താമസവും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇൽമിന് വലിയ സംഭാവന ചെയ്ത ആളാണ് നിളാമുൽ മുൽക്ക്. സൽജൂക്കി ബനൂ ബുവൈഹി എന്ന് പറഞ്ഞ ഷീക്കളുടെ ശത്രുവാ. മഹാനവറുകള് തൻ്റെ പട്ടണങ്ങൾ ഇങ്ങനെ സന്ദർശിക്കാൻ വേണ്ടി പോവും. അങ്ങനെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും ജനങ്ങൾക്ക് നേരിട്ട് സങ്കടങ്ങളും ആവലാതികളും പറയാൻ വേണ്ടി ഓരോ ജില്ലകളും പരിശോധിച്ച് അവിടുത്തെ അഭിപ്രായങ്ങളും അവരുടെ ആക്ഷേപങ്ങളും അവരുടെ ആവശ്യങ്ങളും പരിഗണിച്ച് പര്യടനം പൂർത്തീകരിച്ച് തിരിച്ചു വരികയാണ്. ഇത്ര നല്ല പ്രജാവത്സലനായ, പ്രജകളുടെ ഐശ്വര്യം മാത്രം താല്പര്യപ്പെട്ട ബഹുമാനപ്പെട്ട നിളാമുൽ മുൽക്ക് സുന്നത്ത് ജമാഅത്തിന് അദ്ദേഹം ചെയ്ത സേവനം, ഇൽമിന് അദ്ദേഹം ചെയ്ത സേവനം പക്ഷേ ഈ ബാത്തിനികളാവുന്ന ഷിയാക്കൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പരിശീലനം ലഭിച്ച ഒരു യുവാവിനെ, ആയുധാഭ്യാസം പഠിപ്പിച്ച് പരിശീലിപ്പിച്ച ഒരു യുവാവിനെ ഒരു ഫക്കീറിന്റെ കോലത്തിൽ
തിരിച്ച് തലസ്ഥാനമാവുന്ന ബഗ്ദാദിലേക്ക് വരുന്ന നിളാമുൽ മുൽക്കിന്റെ അടുത്തേക്ക് അയക്കാവര്. അങ്ങനെ ബഹുമാനപ്പെട്ട നിളാമുൽ മുൽക്കിനെ സമീപിച്ച് കണ്ടാൽ തന്നെ ഒരു ഫക്കീറിന്റെ കോലത്തിലായതുകൊണ്ട് വേഗം അദ്ദേഹം യാത്ര നിർത്തി ഈ കുട്ടിയുടെ ആവശ്യം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നിന്നപ്പം കുട്ടി ഫക്കീറാണ്, സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത്. വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ് ആ കുട്ടിയിലേക്ക് ബഹുമാനപ്പെട്ട നിളാമുൽ മുൽക്ക് തിരിയലോടുകൂടി ഈ കുട്ടിയുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന പ്രത്യേക കടാര കൊണ്ട് മഹാനായ നിളാമുൽ മുൽക്കിനെ നേറിൽ കുത്തുകയും അപ്പോൾ തന്നെ മഹാനവർ ഷഹീദാവുകയും ചെയ്യും. അവരെയൊന്നും സായുധമായ ഒരു യുദ്ധത്തിലൂടെ നേരിടാൻ കഴിയില്ല എന്നുള്ള ഉറപ്പവർക്ക്. അങ്ങനെയുള്ള സുന്നത്ത് ജമാഅത്തിനെ സഹായിക്കുന്ന ഈ ഷിഈ വിഭാഗത്തിന്റെ ഉള്ളുകള്ളി തുറന്നു കാട്ടുകയും അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവരെ കുത്തിക്കൊല്ല ഒറ്റക്ക്. ഇവർ പ്രതീക്ഷിക്കുന്ന എന്താ? പോയാൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു നെടുന്തൂണ് നഷ്ടപ്പെട്ടു. പരാജയപ്പെട്ടാലോ ഒരു വ്യക്തി, ഒരു സാധാരണ പോലെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി നഷ്ടപ്പെടാനുള്ളൂ. ഇങ്ങനെ മറ്റൊരു അതിനേക്കാളും സങ്കടം, അദ്ദേഹം ഒരു സുൽത്താനാണ്, അതിനേക്കാളും സങ്കടം ബൽക്കാബക് ബിൻ സർമദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൈനിക ചീഫ് കമാൻഡർ ഉണ്ടായിരുന്നു അബ്ബാസി ഖിലാഫത്തിൽ. അദ്ദേഹം വിശ്രമമെടുക്കലും ലീവ് എടുക്കലും തന്നെ ഇല്ല. എപ്പോഴും രാജ്യരക്ഷയ്ക്ക് വേണ്ടി, അബ്ബാസി ഖിലാഫത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, റോമക്കാരുടെ കടന്നുകയറ്റം നിയന്ത്രിക്കാൻ വേണ്ടി അതിർത്തിയിൽ തന്നെ താമസിക്കാം. മാത്രമല്ല സൈനിക നീക്കങ്ങളിൽ ചീഫ് കമാൻഡർ നേരിട്ട് പങ്കെടുക്കേണ്ട ആവശ്യമില്ല, അയാൾ നിർദ്ദേശം കൊടുത്താൽ മതി. പക്ഷേ മഹാനവർകൾ അങ്ങനെയല്ല, നേരിട്ട് തന്നെ സൈന്യത്തെ നയിക്കുമായിരുന്നു. അങ്ങനെ മുസ്ലിം സമുദായത്തിന്, അബ്ബാസി ഖിലാഫത്തിന്, അഹ്ലു സുന്നത്തിന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കി കൊടുത്ത ഈ സൈനിക കമാൻഡറെ അയാളൊരു സുന്നി, യഥാർത്ഥ സുന്നിയാണെന്നും ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഏതറ്റം വരെയും ചെയ്യാൻ സന്നദ്ധനാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് മഹാനവർകളെ ഇതേ രീതിയിൽ ഷാദിയിൽ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ശത്രുക്കൾക്കെതിരിൽ, ഇസ്ലാമിൻ്റെ വിരോധികൾക്കെതിരിൽ, മുസ്ലിം രാഷ്ട്രത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നസാറ സൈന്യത്തിനെതിരിൽ ജീവൻ കൊടുത്ത് പോരാടി, നേതൃത്വം കൊടുത്ത് അവിടെ തന്നെ താമസിച്ചുകൊണ്ട് സ്വന്തം നേതൃത്വത്തിൽ യുദ്ധം നയിക്കുന്ന ഇത്രയും ആത്മാർത്ഥമായ ദീനിന്റെ മുജാഹിദിനെ കൊല്ലുന്നതിൽ അവർ ദീനിന്റെ വിജയമാണ് കാണുന്നതെങ്കിൽ ഇവർ പറയുന്ന ദീന് ഏതാണ്? അങ്ങനെ വായിച്ചു ഒരുപാടൊക്കെ വിശദമായി പറയേണ്ടതാണ്. 496 ബഹുമാനപ്പെട്ട അബുൽ മുളഫർ ഇബ്നുൽ ഹജന്തി എന്ന് പറയുന്ന ഷാഫി മദ്ഹബുകാരനായ വലിയ പണ്ഡിതൻ, ഷാഫി മദ്ഹബിലെ അറിയപ്പെട്ട ഫഖീഹും ലോകപ്രസിദ്ധനായ വായിലും വലിയ കിതാബുകൾ രചിച്ച ഇമാമുമായ ബഹുമാനപ്പെട്ട അബുൽ മുളഫർ ഇബ്നുൽ ഹജന്തി റഹ്മഹുല്ലാ ഈ നേരത്തെ പറഞ്ഞ നിളാമുൽ മുൽക്ക് എന്ന് പറയുന്ന സുൽത്താന്റെ നേരെ വിദ്യാഭ്യാസ കാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രി അബുൽ മുളഫർ പലപ്പോഴും മഹാനവറുകളെ ബഹുമാനിച്ച് അങ്ങോട്ട് കാണാൻ പോകലുണ്ട്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട അബുൽ മുളഫർ റഹ്മത്തുള്ളാഹി അലൈഹി ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്കുള്ള പ്രശ്നം എന്താണ്? ഈ ദർസിനിടയിൽ അവിടെ എവിടെങ്ങളിലൊക്കെ മറഞ്ഞിരിക്കുന്ന ഈ ഷിയാക്കളിൽപ്പെട്ട ഇസ്മായിലികളെ സംബന്ധിച്ചും അവരുടെ വിശ്വാസങ്ങളെ സംബന്ധിച്ചും ബഹുജനങ്ങളെ ബോധവൽക്കരിച്ച് അവരിൽ നിന്നിട്ട് അകന്നു നിൽക്കണമെന്നും അവർ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി യഹൂദികളെക്കാളും നസാറാക്കളെക്കാളും ശ്രമിക്കുന്നവരാണെന്നും പരസ്യമായി പറയുന്നവരായിരുന്നു മഹാനായ അബുൽ മുളഫർ റഹ്മത്തുള്ളാഹി. ഈ ഒറ്റ പക വെച്ചിട്ട് ഒരു മുതഅല്ലിമിന്റെ രൂപത്തിൽ ഈ ദർസിന്റെ മജ്ലിസിൽ വന്നിരുന്നു. ദർസ് കഴിഞ്ഞ് ഉസ്താദ് സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ
അടുത്ത് ചെന്ന് സലാം പറയാൻ വേണ്ടി കൈപിടിക്കാൻ തോന്നിച്ചു. അദ്ദേഹം സലാം പറയാൻ വരേക്കുന്ന് കരുതിയുള്ളൂ. പെട്ടെന്ന് കടാരൂരി ആ പള്ളിക്കുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട അബുൽ മുദഫർ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു കുത്തിക്കൊന്നു. ഇങ്ങനെ തോന്നിട്ട് ഇസ്ബഹാനിലെ ഖാദിയായിരുന്ന ഉബൈദുല്ലാഹുൽ ഖതീബി റഹ്മഹുല്ലാ, അദ്ദേഹം ഷാഫി മദ്ഹബിൽ വലിയ അറിയപ്പെട്ട ആളാണ്, തന്നെയല്ല ഇസ്ബഹാനിലെ ഖാദിയുമാണ്. ഇതേ വിഷയത്തിൽ ദർസ് കഴിഞ്ഞ് താഴെ ഇറങ്ങുന്ന സമയത്ത് മുതഅല്ലിമായ ശിഷ്യന്റെ കോലത്തിൽ വന്ന് സലാം പറഞ്ഞ് കൈപിടിക്കാൻ എന്ന അവനെ അടുത്ത് ചെന്ന് പള്ളിയിൽ വെച്ച് കുത്തിക്കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എത്ര, ഇനി ഏറ്റവും ചുരുങ്ങിയാല് ബഹുമാനപ്പെട്ട സലാഹുദ്ദീനുൽ അയ്യൂബി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുജദ്ദിദ് എന്ന് തന്നെ പറയണം. നഷ്ടപ്പെട്ട ബൈത്തുൽ മുഖദ്ദസ് നസാറാക്കളിൽ നിന്ന് തിരിച്ചു പിടിക്കുക മാത്രമല്ല, ഫാത്തിമി ഭരണകൂടം എന്ന് പറയുന്ന ബാത്തിനികളായിരിക്കുന്ന ഷിയാക്കളുടെ ഭരണകൂടത്തെ തകർത്ത് തരിപ്പണമാക്കിയ യഥാർത്ഥ ഖുലഫാഉർ റാഷിദുകളുടെ കാലത്തിന്റെ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന മുസ്ലിം രാജാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ രാജാവാണ് ബഹുമാനപ്പെട്ട സലാഹുദ്ദീനുൽ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെ യുദ്ധം ചെയ്തുകൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ഇവർക്കാർക്കും അഭിപ്രായമില്ല. കാരണം ഇവരുടെ രാഷ്ട്രം തന്നെ തകർത്തെറിഞ്ഞ ആളാണ്. അവിടെയും ഇവർ ഇതേ രീതി, മഹാനവർകൾക്കൊരു സ്വഭാവമുണ്ട്, എന്നും രാത്രിയായ പട്ടാള ക്യാമ്പ് പരിശോധിക്കും, അതുപോലെ തന്നെ ആയുധ ശേഖരം പരിശോധിക്കും. എന്തിനാണ്? നിരന്തരം പോരാട്ടാണ്. ഈ പോരാട്ടങ്ങൾക്ക് സൈന്യം സജ്ജമാണ് എന്ന് ഉറപ്പുവരുത്തണം, ആയുധപ്പുര സമ്പന്നമാണ് എന്നുറപ്പുവരുത്തണം. ഈ സമയത്ത് ബഹുമാനപ്പെട്ടവരെ കൊല്ലാൻ വേണ്ടി പട്ടാളത്തിന്റെ വേഷം വ്യാജമായി അണിഞ്ഞ് 3 പ്രാവശ്യം വധശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം തലക്ക് വെട്ടുക ഇത്. പക്ഷേ ഇവരുടെ ശല്യം വ്യാപകമായതോടുകൂടി മുസ്ലിം രാജ്യത്തിലെ അഹ്ലുസുന്നത്തിന്റെ പട്ടാള കമാൻഡർമാര്, അമീറന്മാര്, സുൽത്താന്മാരൊക്കെ പുറത്തിറങ്ങുമ്പം ഉള്ളിൽ പടയങ്കി ധരിച്ചിട്ടുണ്ടാവും, തലയിൽ പടത്തൊപ്പി, ഇരുമ്പിന്റെ പടത്തൊപ്പി ധരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലാണ് ഒരു കോട്ടിടുക, അതിൻ്റെ മുകളിലാണ് തലപ്പാവ് ധരിക്കുക. അന്നും സലാഹുദ്ദീൻ അയ്യൂബി റഹ്മഹുല്ലാ പടത്തൊപ്പി വെച്ച് അതിൻ്റെ മുകളിലായിരുന്നു തലപ്പാവ് കെട്ടിയിരുന്നത്. അടിയിൽ, തലപ്പാവിൻ്റെ അടിയിൽ പടത്തൊപ്പി ഉള്ളത് കൊണ്ട് അല്ലാഹു തആല കാത്തു. അയാളുടെ കത്തി ഈ പടത്തൊപ്പി പൊട്ടിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ രക്ഷപ്പെട്ടു. മറ്റൊരിക്കൽ ആയുധപ്പുര പരിശോധനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് 3 ആളുകൾ നേരെ നെഞ്ഞിലോക്ക് കുത്താൻ വേണ്ടി വരുന്ന ആളെ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി കയ്യാൽ പിടിച്ചു. ഒരു കൈ പിടിച്ചെങ്കിലും മറ്റേ കൈ കൊണ്ടിട്ട് അയാള് തുരുതുര ബഹുമാനപ്പെട്ട സലാഹുദ്ദീനെ ആക്രമിച്ചു. അപ്പോഴേക്ക് പട്ടാളക്കാർ ഓടിയെത്തി ഇയാളെ കൊലപ്പെടുത്തി. അപ്പൊ മറുഭാഗത്തുകൂടെ മറ്റൊരാള് അയാളെ കൊലപ്പെടുത്തിയപ്പോൾ മറുഭാഗത്തിലൂടെ മറ്റാള്, 3 ആളുകൾ ഒരേ സമയത്ത് 3 പ്രാവശ്യമായിട്ട് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിയെ കൊലപ്പെടുത്താൻ വേണ്ടി ഇവര് ശ്രമിക്കുകയും അല്ലാഹു തആല മഹാനവർകളെ കാത്തുരക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു തരം ഭീകര സംഘമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ ബാത്തിനികൾ. അല്ലാത്തവരോ, ബാത്തിനികൾ അവിടെ നിൽക്കട്ടെ, അല്ലാത്തവരും ഏകദേശം അത് തന്നെ. ഈ തഖിയത്ത് എന്താണ്? തഖിയത്ത് ഒരു സാമ്പിൾ പറയാം, 1-2, അത് എല്ലാവരും പഠിച്ചിരിക്കണം. ഷിയാനുകൂലികൾ ഒരിക്കലും സത്യം പറയില്ല. സുന്നികളോട് ഷിയാനുകൂലികൾ ഒരിക്കലും സത്യം പറയില്ല. അതവരുടെ ദീനിന്റെ ഭാഗമാണ്. ഇവരുടെ ഇമാമുകൾ അവരെ പഠിപ്പിക്കുന്നു. قال شيخ ابن بابويا اعتقادنا في التقية أنها واجبة. ഞങ്ങൾ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ബാത്തിനികളല്ലേ, എല്ലാ ഷിയാക്കളും
ഷിഈ വിഭാഗം 10, 5, 36 വിഭാഗമുണ്ട്. എല്ലാവരുടെയും വിശ്വാസം തഖിയത്ത് വാജിബാണ്. മൻ തറക്കഹ, ഈ തഖിയത്ത് ഒരാൾ ഉപേക്ഷിച്ചാൽ ബിമൻസിലത്തി മൻ തറക്ക സ്വലാ, നിസ്കരിക്കാത്തവനെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ അർക്കാനുൽ ഇസ്ലാമിൽപ്പെട്ട ഒരു റുക്കിനാണ് തഖിയത്ത് ചെയ്യുക എന്നത്. ഒരു മുസ്ലിം ആവണമെങ്കിൽ ഷഹാദത്ത് ചൊല്ലണം എന്നതുപോലെ, ഒരു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ 5 വക്ത് നിസ്കരിക്കണം എന്നതുപോലെ, റമളാൻ മാസം നോമ്പ് നോൽക്കണം എന്നതുപോലെ തഖിയത്ത് ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അർക്കാനിൽപ്പെട്ട ഒരു റുക്കിനാണ്. അത് ഉപേക്ഷിച്ചാൽ ഒരിക്കലും മുസ്ലിം ആവുകയില്ല. കളവ് പറയലേ, അവരുടെ എതിരാളികളുടെ മുന്നിൽ കളവ് പറയുക എന്നത് അവരുടെ ദീനിന്റെ ഫർളായ ഒരു ഇബാദത്താണ്. ഇതിപ്പോ അവരുടെ വലിയ ഷെയ്ഖ് പറഞ്ഞതാ, തീർന്നില്ല. ഇവരുടെ വലിയൊരു ഇമാമുണ്ട് കുലൈനി, അയാളുടെ ഇവരുടെ കിതാബുകളിൽ ഏറ്റവും ആധികാരികമായ കിതാബ് അൽ കാഫിയ. ഈ അൽ കാഫി അഖീദയും ഫിഖ്ഹും തസവ്വുഫും എല്ലാം അതിലുണ്ട്. ഹദീസിന്റെ കിതാബാന്നാ പറയാ. ഈ വിഷയം പറയാൻ ബാബു തഖിയ എന്ന പേരിൽ ഒരു ബാബു ധരിച്ചിട്ട് ഹദീസ, ഈ അബൂ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി 23 ഹദീസ് ഉദ്ധരിച്ചിട്ട് തുഅയ്യിദു ഹാദിഹിൽ അഖീദ, ഈ തഖിയത്ത് വുജൂബാണെന്ന വിശ്വാസത്തെ ബലപ്പെടുത്തുന്നു. എന്നിട്ട് പിന്നെയും നിർത്താതെ ബാബുൽ കത്മാൻ, സത്യം യഥാസ്ഥിതി ജനങ്ങളുടെ മുന്നിൽ പറയാതെ മറച്ചു വെക്കണം എന്ന വിഷയത്തിൽ 16 ഹദീസ് ഉദ്ധരിച്ചിട്ട് അവരുടെ യഥാർത്ഥ ദീൻ എന്താണെന്നോ അവരുടെ യഥാർത്ഥ വിശ്വാസം എന്താണെന്നോ അവരല്ലാത്ത മറ്റ് മുസ്ലിം ജനവിഭാഗങ്ങളുടെ മുന്നിൽ മറച്ചു വെക്കണം. അവനേ മൂമിനാവുള്ളൂ. മറച്ചു വെക്കാത്തവൻ കാഫറാണ്, അഥവാ തഖിയത്ത് ചെയ്യാത്തവൻ കാഫറാണ്. ഇവർക്കുണ്ട് അൽ മജ്ലിസി അറിഞ്ഞിട്ടൊരു ഇമാമ്, ബിഹാറുൽ അൻവാർ എന്ന് പറഞ്ഞ അയാളെ കിതാബിൽ 100 ഹദീസാണ് ഉദ്ധരിച്ചത്. 1 2 ഒന്നുമല്ല, 100 ഹദീസ് ഒക്കെ അബൂ അബ്ദില്ലാഹി അബൂ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു. ഈ കഥ പോലും അറിയില്ല. ഇല്ലാത്ത കളവ് മഹാന്മാരുടെ മേൽ കറ്റിയെട്ടി പറയാം. ഇനി ഇവർക്കുണ്ട് സദൂഖ് അറിഞ്ഞിട്ട് ഒരു ഷെയ്ഖ്, മാ മിൻകും അഹദുൻ യുസല്ലി സ്വലാത്തൻ ഫരീളത്തൻ ഫീ വഖ്തിഹാ. അവരുടെ തഖിയത്തിന്റെ ഒരു കോലം, ബാങ്ക് വിളിച്ചാൽ ഷിയാക്കൾ സ്വയം ഉടനെ നിസ്കരിക്കണം. ബാങ്ക് വിളിച്ചാൽ ഉടനെ ഓരോരുത്തർ സ്വന്തമായി നിസ്കരിക്കണം. ഓർക്ക് സ്വന്തം ജമാഅത്തില്ല. അല്ലേ, ഓർക്ക് സ്വന്തം ജമാഅത്തില്ല. കാരണം എന്താ? ഓല് ഈ പറയപ്പെടുന്ന മറിഞ്ഞു കിടക്കുന്ന ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അയാൾ എവിടെയെന്ന് ആർക്കും അറിയില്ല. അപ്പൊ എല്ലാവരും ഒറ്റക്ക് നിസ്കരിക്കായി. എന്നിട്ടതല്ല, ഓല നിസ്കാരം ബാങ്ക് കൊടുത്താട് കഴിച്ചു. സുമ്മ യുസല്ലി മഅഹും, കണ്ടോ, സുന്നികളുടെ കൂടെ നിസ്കരിക്കുക. അർമലൊക്കെ പോയി നോക്കണ്ടി, എല്ലാവരും സുന്നത്ത് നിസ്കരിക്കാന്നാ നമ്മൾ തോന്നുക. നമ്മൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സുന്നത്ത് നിസ്കരിക്കാവുമ്പോൾ ഈ രണ്ട് 4 റക്കഅത്ത് ഒരു പോലെ 1 4 റക്കഅത്ത് കഴിച്ചു നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കൂ. എന്നിട്ട് പള്ളികൾ ഇഖാമത്ത് കൊടുത്ത് ജമാഅത്ത് ഉണ്ടാവുമ്പോൾ ആ ജമാഅത്ത് കൂടുക പറയുന്നത്. രണ്ടാമത് ഓരോ കൂട്ടത്തിൽ നിസ്കരിക്കണം, സലാത്ത തഖിയ്യ. ഒന്നാമത്തത് ഓരോ സ്വന്തം നിസ്കാരം, രണ്ടാമത്തേത് ഇവരുടെ ആശയം ഒളിച്ചു വെക്കുന്ന കള്ള നിസ്കാരം. ഓ മുത്തവല്ലിയുൻ, ഇങ്ങനെ ഒറ്റ നിസ്കാരം വുളു എടുത്തുകൊണ്ട് സ്വന്തം നിസ്കരിച്ചതിന് ശേഷം സുന്നി ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ ഇല്ലാ കതബല്ലാഹു ലഹു ബിഹാ 25 ദറജ, 25 ദറജ കിട്ടും. കള്ളത്തരാണല്ലോ. നമ്മള് മുസ്ലിമാണെന്നും ഓൽക്ക് വിശ്വാസമില്ല, നമ്മുടെ നിസ്കാരം ബാത്തിലാണെന്ന് അവർ ഈമാൻ കൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെ കാഫറായ സുന്നിന്റെ ബാത്തിലായ നിസ്കാരത്തിന്റെ കൂടെ തുടർന്ന് നിസ്കരിച്ചാൽ 25 ദറജ കിട്ടൂത്രേ. അതുകൊണ്ട് ഫർഗബൂ ഫീ ദാലിക്, ഷിയാക്കളോട് പറയാ, ഈ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യമെടുത്തോളൂ. പെണ്ണുങ്ങൾ നിൽക്കാനില്ല, ഓര് പോവും. അറമലോ കണ്ടില്ല നിങ്ങൾ,
നേരത്തെ തവാഫ് ചെയ്തും മറ്റും മറിച്ചൊക്കെ നിൽക്കണോര് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇറങ്ങി പോകുക. കാരണം ഓര് പെരെ പോയിട്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുള്ളൂ. മറ്റോര് വന്നിട്ട് അവർ സുന്നത്ത് നിസ്കരിക്കുന്ന രൂപത്തിൽ ഫർള് ആദ്യം ഒറ്റയ്ക്ക് നിസ്കരിക്കും. എന്നിട്ട് എന്താക്കും? തഖിയ്യത്തിന് വേണ്ടി കൂടെ നിസ്കരിക്കും. നമ്മുടെ നാടിന് തന്നെ ഒരു പറയുന്നത് ദാറു തഖിയ്യ. സുന്നികൾ ഭരിക്കുന്ന നാട് ദാറു തഖിയ്യ. ഒരിക്കൽ ശരിക്കുള്ള ദാറുൽ ഇസ്ലാം ഇപ്പോൾ ഇറാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ അവർക്ക് സ്വാധീനം അധികാരമില്ലെങ്കിലും സ്വാധീനം കുറേയൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും അവരുടേതായ നാടായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇറാൻ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് ഇറാഖിനെ അതിൻ്റെ അടുത്ത് എത്തിച്ചെടുപ്പോൾ. പക്ഷേ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാൻ ഇപ്പോഴും ആയിട്ടില്ല. കാരണം സുന്നികളുടെ ഒരു ശക്തി ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പം ഇതിന് മൊത്തം ഒരു പറയാം ദാറു തഖിയ്യാണ്. ദാറു തഖിയ്യത്തിൽ ജീവിക്കുന്ന ഓരോ ഷിയക്കാരനും തഖിയ്യത്ത് സ്വീകരിക്കൽ വുജൂബാണ്. വുജൂബു തഖിയ്യത്ത് ഫിഹാ. ദാറു തഖിയ്യ എന്ന് പറയുന്ന സുന്നി ഭരണകൂടം നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ തഖിയ്യത്ത് വുജൂബാണ്. ദൗലത്തുൽ ബാത്തിൻ അത് മറ്റൊരു പേരാ. ചുരുക്കി ഞാൻ നീട്ടി പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ കളവ് പറയൽ ദീനിന്റെ ഭാഗമായും ദീനിന്റെ ഭാഗം മാത്രമല്ല അത് ചെയ്യാത്തവൻ യഥാർത്ഥ മൂമിനാവില്ലെന്നും വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തൊരു ജനവിഭാഗം ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഷിയ വിഭാഗമാണ്. ഷിയ വിഭാഗത്തിൽ ഇന്നലെ നമ്മൾ വായിച്ചതുപോലെ നേതാക്കന്മാരെല്ലാം സിന്ദീഖുകളാണ്. അവർക്കതിനുള്ള പ്രത്യേക കോച്ചിങ് കൊടുത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു കടത്തി ഇവരുടെ ഒരു പ്രത്യേക സമുദായത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ അനുയായികൾ അങ്ങനെ പറയാൻ പറ്റൂല. അനുയായികൾ മൊത്തം കാഫറാണെന്നും ഈ പറയുന്ന മതത്തിൽ അവർ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് അവരെടുക്കൽ ഒന്നല്ല ഷിയാന്റെ അടുക്കലുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോടും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോടും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ഈ മൂന്ന് ഇമാമുകളോടുള്ള കടുത്ത വിരോധം അവരുടെ രക്തത്തിലും മജ്ജയിലും കൂടിച്ചേർന്നിരിക്കും. ഷീ വിഭാഗം ആരൊക്കെണ്ടോ അവരെല്ലാവരും അതിലാണ്. ഈ മൂന്ന് ഇമാമിങ്ങളെ വെറുക്കാത്തവൻ ഷീ അല്ല. ഇമാമിങ്ങളെ മാത്രല്ല, ഈ മൂന്ന് ഇമാമിങ്ങളെ പിന്തുണച്ച് വഴിപ്പെട്ട് ജീവിച്ച അധികം വരുന്ന സഹാബത്തും ലക്ഷക്കണക്കായ സ്ഥാപികളും അവരോടുള്ള കടുത്ത വെറുപ്പും വിരോധവും ഇല്ലാത്ത ഒരൊറ്റ ഷിയക്കാരനുമില്ല. ഈ മൂന്ന് ഖലീഫമാരോടും അവരെ പിന്തുണച്ച കോടിക്കണക്കായ മുഅ്മിനീങ്ങളോടും ശത്രുത എന്നത് അവരുടെ ദീനിന്റെ ആദ്യ പാഠമാണ്. അതില്ലാത്ത ഒരൊറ്റ ഷിയക്കാരനുമില്ല. പക്ഷേ അതും പുറത്തു കാട്ടൂല. രസം. അതും ഈ ശത്രുതയും ഉള്ളിലാ വെക്കുക. പാകം കിട്ടുന്ന സന്ദർഭം കിട്ടുമ്പം ഒരു ശത്രുവിനോട് എങ്ങനെ പെരുമാറണം ആ നിലക്കവർ പെരുമാറും. അതുവരെ പുറത്തു കാട്ടും. ഒരു സംഭവം പറയുന്നത്, ഒരു നല്ല സുന്നിയായ ഒരു പുരുഷൻ ഹലബിൽ ഇസ്മായിലി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഈ സ്ത്രീ വളരെ അച്ചടക്കവും അതവുമുള്ള ഭർത്താവിനെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ല ഒരു സ്ത്രീ. ഒരിക്കൽ പോലും സുന്നത്ത് ജമാഅത്തിനെതിരിൽ ഒരു വാക്കും ആ പെണ്ണ് പറഞ്ഞിട്ടില്ല. സുന്നിയായ ഭർത്താവിനോട് നീരസമായി പെരുമാറിയിട്ടില്ല. ഒരു ഉള്ളിലെ കോച്ചിങ്ങാണത്. പുറത്ത് കാട്ടാൻ പാടില്ല. തഖിയ്യത്താണ്. 10ാം വർഷത്തിലാണ് ഒരു കുട്ടി ജനിക്കുന്ന, ഒരു ആൺകുട്ടി. കുട്ടി ജനിച്ച് അൽഹംദുലില്ലാ കുട്ടിക്ക് പേരിടാൻ സമയത്ത് ഉമ്മയെ വിളിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു, കുട്ടിക്ക് പേരിടാണ്. ഓ നല്ലതല്ലേ, നിങ്ങൾ തന്നെയല്ലേ ഇടേണ്ടത്, നിങ്ങളല്ലേ കുട്ടിൻ്റെ വാപ്പ, കുട്ടിൻ്റെ വാപ്പ തന്നെയാണല്ലോ കുട്ടിക്ക് പേരിടേണ്ടത്, നിങ്ങൾ ഇട്ടോളി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഉമർ എന്നാണ് കുട്ടിക്ക് പേരിട്ടത്. ഈ 10 കൊല്ലം വരെ മറച്ചു വെച്ച ഖുലഫാഉ സലാസത്തിനോടുള്ള ശത്രുത അറിയാതെ പുറത്തു വന്നു. പറഞ്ഞു, നിങ്ങളെ കുട്ടിയല്ലേ, നിങ്ങളല്ലേ വാപ്പയല്ലേ കുട്ടിക്ക് പേരിടേണ്ടത്, നിങ്ങളെ കാണല്ലോ, നിങ്ങൾ ഇട്ടോളി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമർ എന്നാണ് പേരിട്ടത്. പെണ്ണാങ്ങട് വിവരണമായി. എന്നിട്ട് ചോദിച്ചത്,
ഈ ലോകത്ത് ലക്ഷക്കണക്കായ പേരുണ്ടായിട്ട് ഇതല്ലാതെ വേറൊരു പേരിടാൻ നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. ആ ഉള്ളിൽ ഉറച്ചു നിൽക്കുന്ന ഖുലഫാവിനോടുള്ള വിരോധം അതവർക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. അപ്പൊ അതിൽ ശക്തിയുള്ളതും ശക്തി കുറഞ്ഞതും എന്ന് രണ്ടായി തിരിക്കാനില്ല. എല്ലാവരും മുസ്ലിം ഉമ്മത്തിന്റെ സലഫുകളോട് ശത്രുത വെച്ച് പുലർത്തുന്നവരാണ്, വിരോധം വെച്ച് പുലർത്തുന്നവരാണ്. അതിന് അവർ പറയുന്നത് അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത് എന്നാണ്. അഹ്ലു ബൈത്ത്, യഥാർത്ഥ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾ പോലും ഖുലഫാഉൽ സലാസത്തിനോട് ശത്രുത വെച്ച് പുലർത്തുന്നവരില്ല. അവരെല്ലാവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം ജീവിതത്തിൽ പാലിച്ചവരാണ്. പക്ഷേ ഇവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവർ നമ്മളെ ഇമാമുകളാണ് എന്ന് പറയുന്നു എന്ന് മാത്രം. ഞാൻ ഈ വിഷയം എനിക്കൊരുപാട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതിങ്ങനെ ഒരു സഭയിൽ നിന്നിട്ട് പറയുന്നതിന് പകരം ഞാൻ ഒറ്റക്ക് ഇരുന്ന് പറയണം, എന്നാലേ എനിക്ക് സ്വസ്ഥമായിട്ട് പറയാൻ കഴിയുള്ളൂ. അതിന് ഇൻഷാ അല്ലാഹ് നമ്മുടെ മഅദിന്റെ യൂട്യൂബ് ചാനലിൽ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് പറയും. കാരണം വലിയൊരു കിതാബ് തന്നെ ഈ ബാത്തിനിയ വിഭാഗം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താവുന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് കടന്നു കയറുന്ന കയ്യേറ്റങ്ങളുടെ രൂപങ്ങൾ വിശദമായി പറയുന്നുണ്ട്. അത് മാസങ്ങളോളം ഇരുന്ന് പറയണം, തുടർച്ചയായിട്ട് പറയാൻ കഴിയില്ല ഒറ്റ ഷോലിന്റെ ഇടയിൽ. എന്നാലും ആഴ്ചയിൽ ഒരു ദിവസം എടുത്തിട്ടെങ്കിലും 1 or 2 കൊല്ലം എടുത്താലും അതിൻ്റെ ഇടയ്ക്ക് ഇവർ കൊന്നിട്ടില്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ പറയാൻ സംശയിക്കണം. ഈ ബാത്തിനിയത്ത് വാദിച്ച ആളുകളാണല്ലോ ഗുരുക്കാര്. അറിയില്ലേ, പണ്ട് ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു സമസ്തന്റെ ഖജാൻജിയൊക്കെ ആയിരുന്നു. നല്ല സരസമായി വയത് പറയുന്ന ആളാണ്, വെറും വിറ്റാണ്. പക്ഷേ കറിയുന്നത് മുഴുവനും 100% കാര്യമായിരിക്കും. മഹാനവറുകൾ ബത്തേരിയിൽ ഇവർ കുറേ ഉണ്ട്. ബത്തേരിയിൽ വെച്ച് ഒരു കെട്ടിടത്തിന്റെ വരാന്തയിൽ, മദ്രസയാണോ സ്കൂളോ ആണല്ലോ, ആ കെട്ടിടത്തിന്റെ വരാന്തയിൽ ഇവർക്കെതിരിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പിന്നിൽ നിന്നിട്ട് ആസിഡ് ബൾബറിഞ്ഞ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കുഴിമണ്ണ റിസർച്ചിന് സമയത്താണ്. കുഴിമണ്ണ കുറച്ച് കാലത്ത് റിസർച്ചിനെയാണ്, കിശീരിയുള്ളതുപോലെ തന്നെ. ആ സമയത്താണ് ഇത് നടന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ കാവൽ കൊണ്ട് ബഹുമാനപ്പെട്ട വാണിയമ്പലം അപകടം കൂടാതെ രക്ഷപ്പെട്ടു. 3 ആളുകൾക്ക് പരിക്കേറ്റി. ഒരാൾ മരിച്ചു എന്ന് സംശയമുണ്ട്. ഏതായാലും ആട്ടെ 3 ആൾക്കാർക്ക് പരിക്കേറ്റി. ഉസ്താദിനൊന്നും പറ്റാതെ രക്ഷപ്പെട്ടു. ആ ഒരു ശൈലി അവരിപ്പോഴും മാറ്റിയിട്ടില്ല. കുരുക്കാരുടെ ശരി ശുദ്ധ ബാത്തിനികളാണ്, ശുദ്ധ ബാത്തിനികളാണ്. ഈ നിസ്കാരമൊന്നും നിസ്കാരമല്ല, ഈ ഖുർആനൊന്നും ഖുർആനല്ല, ഈ നോമ്പല്ല യഥാർത്ഥ നോമ്പ്, മക്കത്തെ കാബല്ല യഥാർത്ഥത്തിൽ ഖിബല എന്നൊക്കെ പറയുന്ന സാക്ഷാൽ ബാത്തിനികളാണ്. ഞാൻ ബാത്തിനികൾ ബാധിച്ച വേറെയും കുറേ ഉണ്ട്. തിരിച്ചറിയാനുള്ള മാർഗം അവരെ വളരെ സൂക്ഷിച്ച് പഠിച്ചെങ്കിൽ തന്നെ അത് തിരിയുള്ളൂ. അവർക്ക് അവരുടേതായ ഒരു ദീനും ഒരു ആചാരവും ഒക്കെ വേറുണ്ട്. ഇത് പിന്നെ കുരൂർ ത്വരീഖത്ത് അനിസ്ലാമികമാണെന്ന് നേരത്തെ പഴയ കാലത്ത് ഫത്വ ബഹുമാനപ്പെട്ട സമസ്ത പുറപ്പെടുവിച്ചത് കൊണ്ട് അന്ന് മുസ്ലിം സമുദായം ഒറ്റക്കെട്ട. അങ്ങനെ വന്നപ്പോൾ സമസ്തന്റെ ആ തീരുമാനമനുസരിച്ച് മഹല്ലുകളിൽ നിന്നിട്ട് ഇവരൊക്കെ ബഹിഷ്കരിച്ചു. അപ്പോൾ ഒരു പള്ളിയോ ഒരു മഹല്ലുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കൂട്ടരായി മാറി. ഇപ്പോലെ വേറെ തിരിച്ചറിയ ഒരു പ്രത്യേക ഐഡന്റിറ്റിയിൽ തന്നെ. പക്ഷെ അവരുടെ ക്ലാസ് അവരാളുകൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അവരുടെ ക്ലാസ് അവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അവർക്ക് ചെറുതല്ല, കാണും പെണ്ണും ഒന്നിച്ചൊരുമിച്ച് കൂടി മാസത്തിലൊരു ക്ലാസ് നിർബന്ധം. എല്ലാവരും അതിൽ കൂടും ചെയ്യും. ഏതായാലും ഇങ്ങനെ ഒരു പാടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇസ്തിഖാമത്തിന് പുതിയ അർത്ഥം. കുരുവിട്ടൂരികൾ ബാങ്ക് കൊടുക്കുന്നത് അല്ല, അത് വേറെ വിഷയം. ഇതിൻ്റെ ഇടയ്ക്ക് പുതിയ ഒരു പ്രവചനം വന്നിണ്. ഓരോന്നിങ്ങനെ വരുന്നുണ്ട്. കുറേ ബാത്തിനിയത്തായിരുന്നു പുറത്തിയാടിയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഇസ്തിഖാമത്ത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ
ദീനിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുക. ഇങ്ങനെയാണ് കാലം വരെ അലിമീങ്ങൾ പഠിപ്പിച്ചത്. ഫർളും സുന്നത്തുമായ കാര്യങ്ങൾ ചിട്ടയായി കൊണ്ടു നടക്കുകയും ഹറാമും കറാഹത്തുമായ കാര്യങ്ങൾ വിട്ടൊഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന നേരായ ദീനിന്റെ വഴിയിൽ മുന്നോട്ട് പോകുക. ഇതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാ. അതേ സമയത്ത് ഇപ്പൊ പറഞ്ഞു ഇസ്തിഖാമത്ത് പറഞ്ഞാൽ നിസ്കരിച്ചും നോമ്പും നോറ്റ് നടക്കലും തെറ്റുകുറ്റങ്ങളിൽ വിട്ടുകിടക്കലും അല്ല, മറിച്ച് മുറബിയായ ഒരു ഷെയ്ഖിനെ കണ്ടെത്തലാണ്. അയാള് ഷെയ്ഖ് തന്നെ പറഞ്ഞു, ചെക്കന്മാരല്ല. അതിപ്പോ ഒരുത്തിന്നല്ല 3 സ്ഥലത്തുനിന്ന് ഇപ്പൊ അയാൾ ആവർത്തിച്ച് പറഞ്ഞു. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളാ വിചാരിച്ച പോലെ നിക്കാരും നോമ്പ് പോയിട്ട് നടക്കലല്ല, മറിച്ച് ഇമാമിനെ മുറുകെ പിടിക്കലാണ്. ഇമാമിനെ മുറുകെ പിടിക്കലാണ് ഇസ്തിഖാമത്ത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഈമാൻ കൊണ്ടു കഴിഞ്ഞാൽ സുമ്മസ്തഖാമു, ദീൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ദീൻ വിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളും സഹാബത്തും കാണിച്ചു തന്ന നേരായ വഴിയിൽ ജീവിച്ചു പോരുക എന്നാണ് അർത്ഥം വെച്ചു പോരല്. അതൊന്ന് മാറിയണത്രേ. അതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഇമാമിനെ അഥവാ ഷെയ്ഖിനെ മുറുകെ പിടിക്കലാണ്. ഇത് ബാത്തിനി വിഭാഗം എല്ലാവരും പ്രചരിപ്പിക്കുന്ന ആശയമാണ്. ഇസ്മായിലികൾ ഉൾപ്പെടെ ബാത്തിനിയാക്കൾ വിശ്വസിക്കുന്നതാണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അൽ യഖീൻ ഷെയ്ഖിനെ കിട്ടുക. ഷെയ്ഖിനെ കിട്ടിയ പിന്നെ പേടിക്കാനില്ല. ഒരു ഷെയ്ഖിനെ മുറുകെ പിടിച്ചാൽ മതി, പിന്നെ ഒന്നും പേടിക്കാനില്ല. അതുവരെ ബാത്ത് ചെയ്താൽ മതി, പിന്നെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല, ഷെയ്ഖ് സ്വർഗം തരും. ഇതൊക്കെ ബാത്തിനി വിശ്വാസങ്ങളാണ്. അതുപോലെ എത്ര എത്ര. അപ്പൊ അവര് കടന്നു വരുന്ന വഴികളോട് നമ്മൾ പഠിക്കണം. ഈ ബാത്തിനിയ വിഭാഗം മുസ്ലിം സമുദായത്തിൽ എങ്ങനെയൊക്കെ കടന്നു കയറ്റം നടത്തുന്നു, അതൊരു നീണ്ട പഠന. ഇവിടെ 1, 2, 3 ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. തന്നെയല്ല, ഈ ഒടൂല 10 ആയിട്ട് ഇതാദ്യ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു സന്തോഷക്കുറവുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതിന് മറ്റൊരു സമയം ഉപയോഗപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. ഇത് അല്ലാഹു തആല ഇങ്ങനെയുള്ള എല്ലാ ശർറുകളിൽ നിന്നിട്ട് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഷീഈ വിഭാഗത്തെ എല്ലാവരും കാഫിറാണെന്നൊന്നും ആരും ഫത്വ പറഞ്ഞിട്ടില്ല. അതിൽ സാധാരണക്കാരിൽ വലിയൊരു ഭാഗം സാധാ മുബ്തദികളാണ്. കാരണം അവരുടെ ഉള്ളിൽ വേറൊന്നുമില്ല. അവർക്കറിയില്ല, സാധാരണക്കാരോട് ഇതൊന്നും പുറത്തു അറിയില്ല. അവരുടെ ദായികളോടായതോട് പുറത്തു അറിയാം. സാധാരണക്കാരോട് പറയാം, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന, ഓലെ മഹബത്ത് വെക്കുന്ന, ഓലെ പ്രത്യേകം ആദരിക്കുന്ന ഒരു കൂട്ടരെ. മറ്റോലടുത്ത് കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ച് അവരെ മുറുകെ പിടിച്ച് അവരെ പിന്നിൽ പോയാലേ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അത് ഇവരതിൻ്റെ ആൾക്കാരാണ് എന്ന് തെറ്റിദ്ധരിച്ച് കൂടിയ കുറേ കൂട്ടരുണ്ട്. പക്ഷേ ചെറുതല്ല, അവരുടെ മനസ്സിലും ബഹുമാനപ്പെട്ട ഖുലഫാഉ സലാസത്തിനോടുള്ള ശത്രുതയുണ്ട്. തീർന്നില്ലേ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോടും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള വിരോധം, ശത്രുത, അത് എല്ലാ ഷിയയുടെ മനസ്സിൽ അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഇല്ലെങ്കിൽ അവൻ ഷിയാവൂല. പക്ഷെ എന്നാലും ഒരു കാഫിറാണെന്നൊന്നും എല്ലാവരും പറയില്ല. അവരുടെ യഥാർത്ഥ വിശ്വാസം ഈ 3 മഹാന്മാരും അവരെ പിന്തുണച്ച ലക്ഷത്തിലധികം വരുന്ന സഹാബത്തും കോടിക്കണക്കിന് വരുന്ന താബികളും താബികളുമായ ആളുകളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുർത്തദ്ദും കാഫിറുമായിരിക്കുന്നു എന്നാണ് യഥാർത്ഥ ഷീഅ വിശ്വാസം. ഇമാമിയത്ത് ഉൾപ്പെടെ ബാത്തിനികളുടേതല്ല, എല്ലാവരുടെയും. അപ്പൊ അതൊരു ചെറിയ വിഷയമല്ല. അവര് നല്ല മൗലിദ്, ഞാൻ നിർത്തുകയാണ്, നല്ല മൗലിദ് കഴിക്കും. കട്ട അത് ഒരു പുണ്യം വെച്ചിട്ടാണ്. കാരണം നജ്ഫിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കർബല മണ്ണ്, അതിന് വലിയ ഫളായിലുകൾ പറയുന്നുണ്ട്. കഅബ ഷരീഫിനേക്കാളും റൗള ഷരീഫിനേക്കാളും മസ്ജിദുൽ ഹറമിനേക്കാളും മസ്ജിദുൽ നബവിയെക്കാളും ഒക്കെ ഏറ്റവും ഫളീലത്തും മഹത്വവും ബഹുമാനവും ഉള്ളത്, അള്ളാഹിന്റെ അർശിനേക്കാൾ ആദരവുള്ളതാണ്
തുറാബ് ഹുസൈനി, ഇങ്ങനെ വിശ്വസിക്കാം. തുറാബ് ഹുസൈനി, കർബലയിലെ മണ്ണ്. അതുകൊണ്ട് അവിടുത്തെ കല്ലോ അവിടുത്തെ മണ്ണുകൊണ്ട് ഇങ്ങനെ കുഴച്ച് ഉറപ്പിച്ച് അതുകൊണ്ട് പെയിൻ്റ് അടിച്ചിട്ട് കല്ല് പോലെ ആക്കിയതോ. ഇത് കൊണ്ടുനടന്നാൽ അർശിനേക്കാളും കഅബ ശരീഫിനേക്കാളും മസ്ജിദുൻ നബവിയെക്കാളും മസ്ജിദുൽ ഹറാമിനെക്കാട്ടിലും ഒക്കെ പുണ്യപ്പെട്ട ഇബാദത്ത് ചെയ്ത കൂലിട്ടു. അതിന് വേണ്ടിയിട്ട് കൊണ്ടുനടക്കാം. ഇനി അല്ലെങ്കിലും അതിപ്പം പോലീസുകാരയക്കൂല, കണ്ട പോലെ എടുക്കും. എന്നിട്ട് ഇപ്പം ഇവരെന്താ ചെയ്യുക വെച്ചാൽ ഇവരൊരു തസ്ബീഹ്മാലുണ്ട്. മറ്റേ തീരെ വെക്കാൻ അയക്കൂല. ചിലയിടത്ത് പാകളുള്ളടത്ത് വെക്കും, വേഗം സുജൂദ് കഴിഞ്ഞാൽ എടുക്കും. ബാക്കി ഒരു തസ്ബീഹ്മാലുണ്ട്, ആ തസ്ബീഹ്മാല കയ്യിൽ വെക്കും. തസ്ബീഹ്മാല താഴെ വെച്ചിട്ട് അതിന്മേൽ സുജൂദ് ചെയ്യാം. അതിൻ്റെ ഒരു കാരണം സുന്നികൾ തൊട്ട സ്ഥലം നജസ്സാണ്. സുന്നികൾ തൊട്ട സ്ഥലം നജസ്സാണ്. അപ്പൊ ഇവര് മുസല്ല ശ്രദ്ധിച്ചു, നിങ്ങൾ ഓലെ മുസല്ല രണ്ടട്ടിയാ. മോളൊന്ന് സാധാ മുസല്ല, അടി ഒരു പ്ലാസ്റ്റിക് കവർ, രണ്ടട്ടി. എന്നിട്ട് ഇതിൽ വെക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ നിസ്കരിക്കുന്ന ഈ നജസ് മറക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അട്ടി, എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള മാതാവ് മുസല്ലൻ്റെ അട്ടി നമ്മൾ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലാണോ നിസ്കരിക്കുക. ഇനി അതിന് സൗകര്യപ്പെടാത്തോടത്താണ് സുജൂദ് ഈ നജസിൽ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ല് വെക്കാൻ പറ്റുന്നിടത്ത് കല്ല് വെക്കുക, ഇല്ലാത്തോടത്ത് നോക്കേണ്ട ചെറിയൊരു തസ്ബീഹ്മാലുണ്ട്, അത് കയ്യിലിടും എപ്പോഴും. ആ തസ്ബീഹ്മാല ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇവിടെ വെക്കും, എന്നിട്ട് അതിൻ്റെ മുകളിലാണ് സുജൂദ് ചെയ്യുക. നമ്മളവർ കാണുന്ന കാഴ്ച. എന്നിട്ട് ഇവർ മൗലിദ് കഴിക്കും. അത് ശരിയാണ്, മൗലിദ് നമ്മളെക്കാൾ കൂടുതൽ കഴിക്കും. അതുകൊണ്ട് ഓരോരുത്തർ വലിയ മോശമൊന്നുമില്ല, ഒരു ഭയങ്കര മൗലൂദാ. റാത്തീബാണെങ്കിൽ നമ്മളെ റാത്തീബിനെക്കാട്ടിലും വലിയ റാത്തീബാണ്. പിന്നെയാണെങ്കിലോ ഉറൂസുകള്, ജാറങ്ങള്, നമ്മളൊന്നും എവിടെ എത്തൂല. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ ജാറത്തിൻ്റെ മുകളില് വലിയൊരു ബിൽഡിങ്, ഒരു കുബ്ബയും ശുദ്ധ വെള്ളി കൊണ്ട് നിർമ്മിച്ച് അത് ഇന്നും നിലനിൽക്കുന്നു. അതാണ് മുകളിൽ ഇങ്ങനെ വെച്ച്. എത്ര ലക്ഷം ഡോളറാവുമെന്ന് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഒരു കെട്ടിടം, ഒരു കുബ്ബയും ഒന്നായിട്ടൊരു വെള്ളി കൊണ്ട് ഉണ്ടാക്കണം. ഹുസൈൻ റളിയല്ലാഹു അൻഹു, മഷദ് ഹുസൈൻ എന്ന് പറയുന്ന ഇവർ പറയുന്നത് ഹുസൈൻ റളിയല്ലാഹു തആല ഷറഫാക്കപ്പെട്ട ശിരസ് ഈജിപ്തിലാണ്. ചരിത്രപരമായി വേറെ വിഷയമായി, നമ്മൾ ചരിത്രം പറഞ്ഞെന്ന് പറഞ്ഞാണ്. ഈ ശിരസ് നിൽക്കുന്ന മഷദ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയും വലിയൊരു ജാറും ഉണ്ട്. ആ ജാറത്തിന് സ്വർണം കൊണ്ട്, ശുദ്ധ സ്വർണം കൊണ്ടുള്ള ഒരു കുബ്ബ ഇവരുടെ വക. സുന്നി ഭരണകൂടമായിട്ട് പോലും അത് തിരസ്കരിക്കാൻ ഈജിപ്ഷ്യൻ ഭരണകൂടം കൂട്ടാക്കിയിട്ടില്ല. കിണങ്ങി വെച്ചോട്ടെ. ഇവരുടെ പൂർവ്വ നേതാവ് അബ്ദുല്ലാഹിൽ ഖദ്ദാഹിന്റെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അത് അയ്യൂബി ഭരണകൂടത്തിൽ തകർത്ത് തരിപ്പണമാക്കപ്പെട്ടു. ജമാൽ അബ്ദുൽ നാസറിന്റെ കാലത്ത് ഇവരുടെ നേതാവിന്റെ ആവശ്യപ്രകാരം അത് പുനർനിർമ്മിക്കാൻ അനുമതി കൊടുത്തു. അങ്ങനെ പുനർനിർമ്മാണം കഴിഞ്ഞു, ഇന്നും ഉണ്ട്. പിന്നെ അവരാവശ്യപ്പെട്ടു അതിൻ്റെ ഭരണം അവരെ ഏൽപ്പിക്കണം. അത് ഗവൺമെന്റ് പക്ഷെ അങ്ങനെ കൊടുത്തിട്ടില്ല. പിന്നെ പറഞ്ഞു ഈജിപ്തിലെ അസ്ഹറിന് തുല്യമായ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ അനുവദിക്കണം, അത് പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ചുറ്റും ഇന്ന് അവർ മാത്രമാണ് താമസിക്കുന്നത്. വീടുകളും കച്ചവട സ്ഥാപനങ്ങളും മറ്റും മൊത്തം ഈ പറയുന്ന ബാത്തിനികളായ ഫാത്തിമികൾ മാത്രമാണ്. ഇങ്ങനെ അതെന്തുകൊണ്ട്? സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, മറ്റ് പാവപ്പെട്ടവനെ സംരക്ഷിക്കുന്ന സത്രങ്ങൾ, ഇങ്ങനെ ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തി ഭരണകൂടത്തിൻ്റെ അംഗീകാരം നേടിയെടുത്ത് പൊതുജനങ്ങളുടെ മുന്നിൽ നല്ലതായി അഭിനയിച്ചുകൊണ്ട് ഗവൺമെൻറ്റുകളെ തെറ്റിദ്ധരിപ്പിച്ച് പലതും നേടാൻ അവർ ഈജിപ്ത് മുതൽക്ക് പല രാജ്യങ്ങളിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ നീണ്ട ആയതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ചുരുക്കത്തിൽ ഷിഈ പ്രസ്ഥാനം എന്നത് തുടക്കം കുറിച്ചത് യഹൂദിയായി പിന്നീട് മുസ്ലിമായി അഭിനയിച്ച അബ്ദുല്ലാഹ് ഇബ്നു സബഇന്റെ നേതൃത്വത്തിലുള്ള യഹൂദി ശക്തികളാണെങ്കിലും
അയാളെ പിന്തുണച്ചുകൊണ്ട് നസറാക്കളും അവരെ ശക്തിപ്പെടുത്തുകൊണ്ട് മജൂസികളും ഈ 3 കൂട്ടരും കൂടി ആസൂത്രണം ചെയ്ത ഇസ്ലാമിനെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ഷീഈ പ്രസ്ഥാനം. അതിന് വിവിധ ഗ്രൂപ്പുകളുണ്ട്, വിവിധ ആദർശങ്ങളുണ്ട്, വിവിധ രീതികളുണ്ട്. അടിസ്ഥാനപരമായി എല്ലാം ഒന്ന് തന്നെ. എല്ലാം യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പുറത്താണ്. സ്വഹാബത്തുകളുള്ള വിരോധമുള്ളവരാണ്. ഖുലഫാഉർ റാഷിദിനെ വെറുക്കുന്നവരും അവരെ ശത്രുക്കളായി കാണുന്നവരുമാണ്. ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പുറത്താണ്. അതിൽ ഒരു വിഭാഗം കുഫ്രിയത്തിലെത്തിയവരുണ്ട്, മറ്റൊരു വിഭാഗം ബിദ്അത്തിലെത്തിയവരുണ്ട്. എല്ലാ ശരണത്തും അല്ലാഹു തആല. ഇതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അവിടെ ഞാൻ നിർത്തുകയാണ്. ഇതെന്തിനാ ഇപ്പൊ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പള്ളിയിൽ പറയുന്നല്ല, കേരളത്തിൽ എന്തിനാ ഇപ്പൊ പറയണേ? കേരളത്തിൽ പഴയ കാലം മുതലേ പൊന്നാനി ഉലമാഇന്റെ കാലത്തും അതിന് മുമ്പ് കോഴിക്കോട് ഖാദിമാരുടെ കാലത്തും അതുപോലെ തന്നെ വളപട്ടണം ഖാദിമാരുടെ കാലത്തും അവരൊക്കെ സിദ്ദീഖികളാണ്. വളപട്ടണം ഖാദിമാരൊക്കെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു മക്കൾ വരെ ഇങ്ങനെ ഈ പറഞ്ഞ മഹാന്മാരൊക്കെ നേരത്തെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി ഇവരുടെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ച് അപ്പോൾ അതിന് തടയിടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഉലമാക്കളുടെയും സാദാത്യങ്ങളുടെയും ജാഗ്രത വിജയിച്ചതാണ്. ഒരേ ഒറ്റക്കെട്ടായി സാദാത്യങ്ങളും ഉലമാക്കളും ഒന്നിച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിനെതിരിൽ വരുന്ന ഇത്തരം നീക്കങ്ങളെ അപ്പോൾ പ്രതിരോധിച്ച് ആലിമീങ്ങൾ ഇൽമു കൊണ്ട് എതിർക്കുകയും അതേ സമയത്ത് ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ ഇൽമും അവരുടെ നേതൃത്വവും അവർക്കുള്ള സമുദായത്തിലുള്ള അംഗീകാരവും ആദരവും മുതലെടുത്ത് സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്തി തലപൊക്കാൻ ഇവർക്ക് സന്ദർഭം കൊടുത്തിട്ടില്ല. പലപ്പോഴും ത്വരീഖത്തുകളുടെ പേരിൽ ഈ ബാത്തിനി വിഭാഗം ഷീകൾ കേരളത്തിൽ കടന്നു കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉലമാവും സാദാത്തും ഒറ്റക്കെട്ടായി എതിർത്ത് പരാജയപ്പെടുത്തിയതാണ്. അതിൽപ്പെട്ടതാണ് കൊണ്ടോട്ടി കൈക്കാർ ഉൾപ്പെടെയുള്ള വേറെയുണ്ട്, ചോറ്റൂർ കൈക്കാർ തുടങ്ങി അതുപോലെ കുരൂർ കൈക്കാർ, ഇങ്ങനെ ഒരുപാട് ഷിയ വിഭാഗം ത്വരീഖത്തിന്റെ പേരിൽ കടന്നുകൂടി സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെയൊക്കെ ഉലമാ അവസരത്തിന് തുടർന്ന് സാദാത്യങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നശിപ്പിച്ചു. പിന്നെ ഇവിടെ പക്ഷെ ഇപ്പൊ അവിടെ നിന്ന് വിട്ടാണ്. എന്താ, ഉലമാക്കൾ ഇപ്പോഴും ഉണ്ട്, സാദാത്യങ്ങൾ ഇപ്പോഴും ഉണ്ട്, ഓരൊക്കെ സുന്നികളും തന്നെ. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ കയ്യിൻ്റെ ഉള്ളിലുള്ള ഈ മൊബൈൽ ഇത് മതി. ഇതിന് സ്റ്റേജ് കെട്ടേണ്ട ആവശ്യമില്ല, സഭ കൂടേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് തൻ്റെ മൊബൈലിൽ തനിക്ക് പറയാനുള്ള എന്തും പ്രസംഗിച്ചിട്ട് കൈവിരൽ കൊണ്ട് ഒന്ന് അമർത്തിയാൽ ലോകത്ത് മശ്രീഖ് മഗ്രിബിടയിൽ അത് പ്രചരിക്കുന്നു. ആർക്കും എന്തും പറയാനുള്ളൊരു. ഇപ്പോൾ പരസ്യമായി പറയുന്നവരും വളച്ചുകെട്ടി പറയുന്നവരും നിലവിലുണ്ട്. അക്കതിൻ്റെ ഭാഗങ്ങളാ. ഇപ്പൊ പച്ചയെ പറഞ്ഞുകൊണ്ടൊരു ചങ്ങാതി ഉണ്ട്, കണ്ണൂർക്കാരൻ CH മുസ്തഫ എന്ന പേരിൽ ഒരു മുടിയാസ്. ഇവര് കൂടാന് ഓലത് നമുക്ക് ഇപ്പൊ ഇവിടെ പോക്ക് പോയാൽ മതി. ഈ ശനിക്കണോലെ കൂട്ടത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ CH മുസ്തഫ സർവവേദ സത്യവാദം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് ചേകനൂരിൻ്റെയും അപ്പുറം എത്തി നിൽക്കുന്നു. അയാള് സർവവേദ സത്യവാദം ഉന്നയിച്ചുകൊണ്ടൊരു ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുണ്ട്. അയാളുടെ പ്രഭാഷണങ്ങൾ ഈ ഇറാന്റെ ധനസഹായത്തോടു കൂടി നിർമ്മിച്ചൊരു പള്ളിയുണ്ട് ഇയാൾ കണ്ണൂര്. ആ പള്ളിയിലെ ഖത്തീബ് എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത്. അവിടെ കുറച്ചാളുകളുണ്ട് ഇയാളെ ആൾക്കാർ. ഇവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇവരോട് നടത്തുന്ന പ്രഭാഷണം അത് അവിടെ അല്ലല്ല. ഇയാൾ പ്രസംഗിക്കുന്ന പ്രസംഗം ഒരക്ഷരം വിടാതെ റെക്കോർഡ് ചെയ്ത് ഓൺലൈനായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്ന് വേണ്ട സകല സോഷ്യൽ മീഡിയകളിലും ആഴ്ചതോറും വന്നുകൊണ്ടിരിക്കുകയാണ്. തനിശുദ്ധമായ ബാത്തിനി ഷീയത്തിന്റെ കുഫ്രിയത്തിന്റെ വാദം ഉൾപ്പെടെ ഷീ ആശയങ്ങളുടെ വിവിധ മുഖങ്ങൾ വിവിധ സന്ദർഭങ്ങളിൽ പരസ്യമായി പറഞ്ഞ് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് പത്രപ്രവർത്തകരിൽപ്പെട്ട ഒരു ടീം അതിനെ പിന്തുണച്ചു കൊണ്ടുകൊണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരൊക്കെ പേരിൽ മുസ്ലിം കുട്ടികളാണ്. അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അവര് പിഴച്ചു പോയതാണ്. ഈ പത്രപ്രവർത്തന പരിചയമുള്ള ഈ ചെറുപ്പക്കാരായ കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇയാള് പരസ്യമായി തന്നെ
ഓരോരുത്തരും ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടോട്ടി എന്നേനു, കൊണ്ടോട്ടി വൈദ്യർ സ്മാരകത്തിൽ ഒരു ക്ലാസ്. ഇവരെ കൊണ്ടിടക്കലാണ്. ഈ ആളുകൾ അവിടുന്ന് ഉള്ളൊരു ഒരു കൂടാൻ ബന്ധുത്തിരിക്കുക. എന്നിട്ട് കുറേ ആളുകളെ നമ്മളാളുകൾ ക്ഷണിച്ചു വരുത്തിയിട്ട് അന്നത്തെ പ്രധാന ടോപ്പിക്ക് ഒരൊറ്റ ഹദീസും സ്വീകാര്യമല്ല. ഹദീസുകളൊക്കെ കള്ളത്തരങ്ങളാണ്. ബുഖാരി ആയാലും മുസ്ലിം ആയാലും സാഹുസ്യത്തായാലും എല്ലാം കള്ളത്തരങ്ങളാണ്. ഒന്നും സ്വീകരിക്കാൻ പറ്റൂല. ആകെ ഖുർആൻ മാത്രമേ സ്വീകാര്യമായുള്ളൂ. ചോദ്യം ചോദിക്കാൻ സമയം കൊടുക്കൂല, വയറിലെറിഞ്ഞിട്ട് പോവല്ലേ. ഒരു കുട്ടി ഒരു ചോദ്യം ചോദിക്കാൻ ഒരു സമയം കൊടുത്തു. ആ സമയം കൊടുത്തപ്പോൾ അയാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിലേ ഈ ഹദീസൊക്കെ റിവായത്ത് ചെയ്ത സഹാബത്ത് ഒന്നും വിശ്വാസയോഗ്യരല്ല, അവരൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല എന്നാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. ഹദീസ് സ്വീകാര്യമല്ല എങ്കിൽ ഖുർആൻ എങ്ങനെ നിങ്ങൾ സ്വീകരിക്കുക? ഖുർആൻ സഹാബത്ത് റിവായത്ത് ചെയ്തല്ല ഉണ്ടോ? ഈ ഹദീസ് റിവായത്ത് ചെയ്ത അതേ സഹാബത്ത് തന്നെയല്ലേ ഖുർആനും റിവായത്ത് ചെയ്തത്. വേറെ ആരാ? ഖുർആൻ സഹാബത്തിൻ്റെ അടുത്ത് കിട്ടിയല്ലേ നമുക്ക്. പിന്നെ ഖുർആൻ ശരിയാണെന്നും ഹദീസ് ശരിയല്ല എന്നും നിങ്ങൾ എന്താ പറയാ? അതിന് മറുപടി അറിഞ്ഞില്ല. അതുപോലെ ഇപ്പം വേറെ പുതിയ ഒന്ന്, ആണുങ്ങൾ മാത്രമേ നബിമാരാവൂ എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃത ഇസ്ലാമാണ്. അത് ശരിയല്ല. വൗഹൈനായില ഉമ്മി മൂസ അന്നർലീ, കുട്ടിക്ക് നിങ്ങൾ മുലോടുത്തോളി എന്ന് അള്ളാഹു തആല മൂസാ നബി അന്ന ഉമ്മാക്ക് വാങ്ങി കൊടുത്തു. അപ്പൊ മൂസാ നബിന്റെ ഉമ്മ എന്തായാലും നബിയല്ലേ. ഇങ്ങനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ വാദങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ തലപൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങിയതല്ല. സാധാരണ ചരിത്രം പറയല ഞാൻ. മറിച്ച് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചില പോയിന്റ്സുകൾ അവിടെ കിട്ടുമ്പം മുത്തല്ലിമീങ്ങളും ആലിമീങ്ങളും ആ ഭാഗത്തിലേക്ക് ശ്രദ്ധ തിരിച്ചോളും. ശ്രദ്ധ തിരിച്ചാൽ നൂറുകണക്കിന് കിതാബുകൾ വിഷയമായി കിട്ടാണ്ട്. കിതാബ് നോക്കി നമ്മുടെ ഉലമാക്കൾ സജ്ജരാവേണ്ടതുണ്ട്. മുൻഗാമികൾ എപ്പോഴും സജ്ജരായിരുന്നു. സാദാത്യങ്ങളും സജ്ജരായിരുന്നു, ഉലമാക്കളും സജ്ജരായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും നമ്മുടെ ഉലമാക്കൾ കണ്ണുമീച്ചാൽ, ബഹുമാനപ്പെട്ട സാദാത്തുമായി ഒത്തൊരുമിച്ചാൽ ഇത്തരം ബിദ്അത്തിന്റെ ആശയങ്ങൾ, പ്രത്യേകിച്ച് ശേഷം നമ്മളെ മണ്ണിൽ വളരരുത് എന്ന സതുദ്ദേശം വെച്ചുകൊണ്ടാണ് പരിശുദ്ധ റമദാനു ഷരീഫിന്റെ നോമ്പായിട്ട് പോലും ഈ പുണ്യ പള്ളിയിൽ ശീസത്തിനെ സംബന്ധിച്ച് പറയാ ഇക്കൊല്ലം എന്ന് പറഞ്ഞാൽ അത് എന്തിനാണ് പറഞ്ഞെല്ലാവരും കൂടി പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല. ഒരു വിഷയം ഒരാൾ തുടങ്ങിയിട്ടാൽ മുതല്ലിമീങ്ങളിൽ നല്ല കഴിവുള്ള ചിന്തിക്കുന്നവരുണ്ട്, ആലിമീങ്ങളിൽ നല്ല ദിഷണാശാലികളുണ്ട്. അവർ ഈ വിഷയം കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി ജനങ്ങളെ ബുദ്ധിവൽക്കരിക്കാനും ഇത്തരം കള്ളത്തരങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും ഉള്ള ഒരുക്കം, സജ്ജീകരണം നമുക്കുണ്ടാവണം. അല്ലാഹു തആല എല്ലാ തരത്തിലുള്ള ബിദ്അത്തിന്റെ ശർറിനെ തൊട്ടും മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വിഷയമായി ഇനി തുടർന്ന് ഓൺലൈനിൽ ഉണ്ടാവുള്ളൂ. ഇവിടെ പറയില്ല, പറയാൻ വിഷയമില്ലാഞ്ഞിട്ടല്ല, അത് ഈ ഒടുവിലെ 10 ലാസ്റ്റായപ്പോഴേ അതൊന്ന് നിർത്തണം എന്ന് എനിക്ക് തോന്നുക. ഒരു സുഖമില്ല. കാരണം ഇതിങ്ങനെ എന്തായാലും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളും യഥാർത്ഥ മുസ്ലിങ്ങളും തമ്മിലുള്ള ചേരിതിരിവ്, വിരോധം, വിദ്വേഷം, അക്രമം, ഇതൊക്കെയാണല്ലോ പറയേണ്ടി വരിക. അതിന് പറ്റുന്ന ഒരു സമയം അല്ലാത്തത് കൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് തുടരും. വിഷയം നിർത്തുന്നില്ല, ഇൻഷാ അല്ലാഹ് തുടരും. അല്ലാഹു തആല ഹഖിനെ ഹഖായി മനസ്സിലാക്കി പിന്തുടരാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി കൈപിടിയാനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.